ഡിസ്കസ് ചെയ്തിരുന്നത് ഇൻട്രൊഡക്ഷൻ ടു വേർഡ് പ്രോസസ്സർ എന്ന ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടായിരുന്നു. അതിൽ എന്താണ് വേർഡ് പ്രോസസ്സർ, അതുപോലെ അതിന് എക്സാമ്പിൾസ്, ദെൻ അതിൻ്റെ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിബ്രെ ഓഫീസ് റൈറ്റർ എന്ന റൈറ്റർ സോഫ്റ്റ്വെയറിൻ്റെ IDE ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ലിബ്രെ ഓഫീസ് റൈറ്ററിൻ്റെ IDE നമ്മൾ എന്താണ്, വാട്ട് ഇസ് എൻ IDE എന്നാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. IDE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്നതിൻ്റെ ഫുൾ ഫോം. ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് ഇതൊരു എൻവയോൺമെൻ്റ് ആണ്, ഇതൊരു ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു ഡോക്യുമെൻ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള എൻവയോൺമെൻ്റ് ആണ്. അതിൽ കുറേ സംഭവങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ സൗകര്യങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത ഒരു ഡോക്യുമെൻ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള എൻവയോൺമെൻ്റ് ആണ് ഈ റൈറ്റർ IDE എന്ന് പറയുന്നത്. എന്തൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരുന്നു? റൈറ്റർ IDE ഈസ് എൻ ഇൻ്റഗ്രേറ്റഡ് എൻവയോൺമെൻറ്റ് ഫോർ ക്രിയേറ്റിംഗ്, എഡിറ്റിംഗ്, ഫോർമാറ്റിംഗ്, സേവിങ് ആൻഡ് പ്രിൻറ്റിങ് എ ഡോക്യുമെൻറ്റ്. ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഫോർമാറ്റ് ചെയ്യാനും സേവ് ചെയ്യാനും പ്രിൻ്റ് ചെയ്യാനൊക്കെയുള്ള ഈ സംവിധാനങ്ങളൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റാണ് എന്ത്, ലിബ്രെ ഓഫീസ് റൈറ്റർ IDE. ലിബ്രെ ഓഫീസ് റൈറ്റർ IDE. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ആപ്ലിക്കേഷനിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഓഫീസിനകത്ത് കാണുന്ന ഈ റൈറ്റർ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും എന്ത്, ഇതിനകത്ത് കുറേ സംവിധാനങ്ങളുണ്ട്. ഇതിനകത്ത് കുറേ ഫയൽ ഉപയോഗിച്ച് ഫയൽ ന്യൂ പോയിട്ട് പുതിയ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാം, സേവ് ചെയ്യാം, അങ്ങനെ കുറേ സൗകര്യങ്ങൾ ഇതിലുണ്ട്. എഡിറ്റ് ചെയ്യാം, കട്ട് കോപ്പി പേസ്റ്റ് ഒക്കെ ചെയ്യാം, അതുപോലെ ഇൻസേർട്ട് ചെയ്യാം, ഫോർമാറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള കുറേ സംവിധാനങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഈ കാണുന്ന ഈ എൻവയോൺമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പിന്നെ റൈറ്ററിൻ്റെ IDE എന്ന് പറയുന്നത്. എല്ലാ സോഫ്റ്റ്വെയറിനും ഇതുപോലൊരു IDE ഉണ്ടാകും. ഒരു യൂസർ ഇൻ്റർഫേസിനെയാണ് പൊതുവെ, സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസിനെയാണ് നമ്മൾ പൊതുവെ IDE എന്ന് പറയുക, ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. ഇപ്പോൾ ജിംബ ആണെങ്കിലും ഇപ്പോൾ ജീനി പോലെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിലും ഇങ്ങനൊരു IDE ഉണ്ടാകും. മിക്ക ഡെവലപ്മെൻറ്റ് ടൂളിനും ഒരു IDE ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പോയിൻ്റ്, ദ മെയിൻ കമ്പണൻസ് ഓഫ് റൈറ്റർ IDE. ഇപ്പോൾ നമ്മൾ പിന്നെ വേർഡ് പ്രോസസ്സറിൻ്റെ കുറേ ഫീച്ചർ പഠിച്ചല്ലോ, അതേപോലെ ഇതിനകത്ത് കുറേ ഈ IDE എടുത്തു നോക്കിയാൽ ഇതിനകത്ത് കുറേ കമ്പണൻസ് ഉണ്ട്. അതിൻ്റെ പേരാണ് ടൈറ്റിൽ ബാർ, മെനു ബാർ, ടൂൾ ബാർ, റൂൾ ബാർ, സ്റ്റാറ്റസ് ബാർ, ടെക്സ്റ്റ് ഏരിയ തുടങ്ങിയ 1 by 1 പഠിക്കുക. ആദ്യത്തെ കമ്പോണൻ്റാണ് എന്ത്, ടൈറ്റിൽ ബാർ. ടൈറ്റിൽ ബാർ എന്താ നോക്കാം. ടൈറ്റിൽ ബാർ ഇറ്റ് ഈസ് ദ ടോപ്പ് മോസ്റ്റ് പാർട്ട് ഓഫ് ദ IDE വിൻഡോൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഏരിയനെയാണ്, ഇപ്പോൾ ഈ കാണുന്ന ഈ ഏരിയനെയാണ് എന്ത് പറയുക, ടൈറ്റിൽ ബാർ എന്ന് പറയും. ഇവിടെ ടൈറ്റിൽ ഉണ്ടാവുക, 2 ടൈറ്റിൽ ഉണ്ടാവും. ഒന്ന് ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫയലിൻ്റെ പേര് ഇവിടെ ഉണ്ടാവും, മറ്റൊന്ന് ഈ സോഫ്റ്റ്വെയറിൻ്റെ പേരായ ലിബ്രെ ഓഫീസ് റൈറ്റർ എന്നുള്ള ഈ പേരുണ്ടാവും. അപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ഈ ഫയൽ ഒന്ന് സേവ് ചെയ്യുക. അപ്പോൾ സേവ് ചെയ്യണത് ഞാൻ ജേർണലിസം എന്നുള്ള പേരിൽ ഈ ഡോക്യുമെൻ്റ് സേവ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ കണ്ടോ, ഇവിടെ journalism.odt ഓപ്പൺ ഡോക്യുമെൻ്റ് പിന്നെ ടൈപ്പായിരിക്കും. journalism.odt എന്ന പേരിൽ ഇവിടെ സേവ് ചെയ്ത്. അപ്പോൾ ഈ ടൈറ്റിൽ ബാർ, ഈ കാണുന്ന ഏറ്റവും ടോപ്പുള്ള സ്പേസിനെയാണ് നമ്മൾ ടൈറ്റിൽ ബാർ എന്ന് പറയുക. ഇവിടെ ടൈറ്റിലുകളുണ്ടാവുക, അതായത് ഫയലിൻ്റെ പേരുണ്ടാവും, അതുപോലെ ഈ സോഫ്റ്റ്വെയറിൻ്റെ പേരായ ലിബ്രെ ഓഫീസ് റൈറ്റർ ഉണ്ടാവും. ഓക്കെ, പിന്നെ അതിനകത്തൊരു കാര്യങ്ങളുണ്ട്. ഇറ്റ് ഹാസ് കൺട്രോൾ ബട്ടൺസ്, മിനിമൈസ്, മാക്സിമൈസ്, ക്ലോസ്. ഈ 3 കൺട്രോൾ ബട്ടൺസും കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ടാകും. ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ നേരെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ കണ്ട 3 ബട്ടൺ, മിനിമൈസ് ബട്ടൺ ഉണ്ട്, മാക്സിമൈസ് ബട്ടൺ ഉണ്ട്, ക്ലോസ് ബട്ടൺ ഉണ്ട്. ഈ 3 ബട്ടണെയാണ് നമ്മൾ എന്ത് പറയുക, കൺട്രോൾ ബട്ടൺ. അപ്പോൾ ടൈറ്റിൽ ബാറിൽ എന്തൊക്കെ ഉണ്ടാവുക, ഫയലിൻ്റെ പേരുണ്ടാവും, സോഫ്റ്റ്വെയറിൻ്റെ പേരുണ്ടാവും, പിന്നെ അതുപോലെ കൺട്രോൾ ബട്ടൺസായ മിനിമൈസ് ബട്ടൺ, മാക്സിമൈസ് ബട്ടൺ, ക്ലോസ് ബട്ടൺ ഉണ്ടാവും. ഓക്കെ, അതാണ് ആദ്യത്തേത്. റെഡിയാണല്ലോ. ഇനി അടുത്തത് മെനു ബാറാണ്. മെനു ബാറിനകത്ത് എന്തൊക്കെയുള്ളത്, മെനു ബാറിനകത്ത് കുറേ മെനൂസ് ഉണ്ടാവും. എന്താ ഉണ്ടാവുക, ഇമ്പോർട്ടൻറ്റ് മെനൂസ് ലൈക്ക് ഫയൽ, എഡിറ്റ്, വ്യൂ, ഇൻസേർട്ട്, ഫോർമാറ്റ് തുടങ്ങിയ മെനൂസാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഈ കാണുന്നത് ഇത് കണ്ടോ, ഈ ഫയൽ, അതുപോലെ എഡിറ്റ്, വ്യൂ, ഇങ്ങനെയുള്ള എല്ലാ മെനൂസും പ്ലേസ് ചെയ്തിരിക്കുന്ന ഈ ഏരിയയ്ക്ക് പറയുന്ന പേരാണ് മെനു ബാർ. ഓക്കെ,
മെനു ബാർ. ഓക്കെ, നൗ മറ്റൊരു സംഭവമാണ് ടൂൾ ബാർ. ടൂൾ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനുവിന് പകരമായിട്ട് കൊടുക്കുന്നതാണ്. വളരെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെനു ഉപയോഗിക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ എഡിറ്റ് പോയിട്ട് നമുക്കിപ്പോൾ ഇവിടെ പോയിട്ട് പിന്നെ ഇവിടെ പോയിട്ട് ഫയലിൽ പോയിട്ട് സേവ് എന്ന് ചെയ്യുന്നതിന് പകരം നമുക്കിവിടെ ഒരു ബട്ടൺ ഉണ്ട്, കണ്ടോ? ഈ ബട്ടൺ സേവ് ബട്ടണാണ്. ഈ കൊടുത്തിരിക്കുന്ന ഏരിയയ്ക്ക് പറയുന്ന പേരാണ് ടൂൾ ബാർ. കുറേ ടൂൾ ബാറുകളുണ്ട്. എന്താണ് ടൂൾ ബാർ? ഇറ്റ് കണ്ടെയ്ൻസ് ഷോർട്ട് കട്ട് കമാൻഡ്സ് ഇൻ ദ ഫോം ഓഫ് വേരിയസ് ബട്ടൺസ്. ഓക്കെ, ഈച്ച് ബട്ടൺ ഹാസ് എൻ ഐക്കൺ, എ സ്മോൾ പിക്ചർ ഓൺ ഇറ്റ്. കുറേ ഷോർട്ട് കട്ട് കമാൻഡ്സാണ്. നമ്മൾ മെനു ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ, മെനുവിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ടൂൾ ബാറിൽ ചെയ്യാം. ഷോർട്ട് കട്ട് കമാൻഡ്സാണുള്ളത്. കുറേ ബട്ടൺസ് ഉണ്ടാവും. ആ ബട്ടണിലൊക്കെ ഓരോ ഐക്കൺ ഉണ്ടാവും, അല്ലെങ്കിൽ ചെറിയ പിക്ചർ ഉണ്ടാവും. ഉദാഹരണമായിട്ട് നമ്മളിവിടെ നേരത്തെ പറഞ്ഞ ഫയൽ സേവ് എന്ന് കൊടുക്കുന്നത് ഇത് മെനു വഴിയാണ്. അതിന് പകരം എന്ത് ചെയ്യുക? ഇവിടെ വന്നിട്ട് ഈ ബട്ടൺ വഴി ചെയ്യാം. ഇവിടെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സേവ് ചെയ്യാം. അതുപോലെ ഈ പിന്നെ ബട്ടണിൽ പ്രിൻ്റ് ചെയ്യാനുള്ളതാണ്, പ്രിൻ്റ് ചെയ്യാനുള്ള ബട്ടൺ. ഇതിനെയാണ് നമ്മൾ ടൂൾ ബാർസ് എന്ന് പറയുക. ഇത് സ്റ്റാൻഡേർഡ് ടൂൾ ബാർ, തൊട്ട് താഴെ ഫോർമാറ്റ് ടൂൾ ബാർ, അങ്ങനെ കുറേ ടൂൾ ബാറുകളുണ്ട്. മെനു ഉപയോഗിച്ച് ചെയ്യുന്നതിന് പകരം ഷോർട്ട് കട്ടായിട്ട് ചെയ്യാൻ തന്നിരിക്കുന്നതാണ് ടൂൾ ബാർ. അതിൽ കുറേ ടൂൾ ബട്ടൺ ഉണ്ടാവും. ഓരോ ബട്ടണും ഓരോ ഇമേജ് ഉണ്ടാവും. ഇത് ബോൾഡ് ആക്കാൻ, ഇത് ഇറ്റാലിക് ആക്കാൻ, ഇങ്ങനെയുള്ള ബട്ടൺസ്. ഓക്കെ, റെഡിയാണല്ലോ. ഇനി മറ്റൊന്നാണ് ടൂൾ ടിപ്പ്. എ ഷോർട്ട് ടെക്സ്റ്റ് ദാറ്റ് അപ്പിയേഴ്സ് ഓൺ എ ടൂൾ ബട്ടൺ വെൻ മൗസ് കർസർ പ്ലേസ്ഡ് ഓവർ ഇറ്റ് ഈസ് കാൾഡ് ടൂൾ ടിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ നമ്മൾ ഈ ബട്ടണിൽ കർസർ വെച്ച് നോക്കുക. ഇവിടെ പ്രിൻ്റ് ബട്ടണിൽ കർസർ വെച്ചപ്പോൾ ഒരു കറുത്ത ബാക്ക്ഗ്രൗണ്ടിൽ പ്രിൻ്റ് കൺട്രോൾ പി എന്ന് ഡിസ്പ്ലേ ചെയ്ത് മുകളിൽ കണ്ടില്ലേ? ആ കാണുന്നതിനെയാണ് നമ്മൾ ടൂൾ ടിപ്പ് എന്ന് പറയുക. ഏത് പിന്നെ ടൂൾ ബട്ടൻ്റെ മുകളിലും അങ്ങനെ ഇതുണ്ടാവും. സേവ് ബട്ടൺ, ഇത് ഓപ്പൺ, ഇത് നമുക്ക് തിരിച്ചറിയാനാണ്. ഈ ബട്ടൺ എന്തിനാണ് തിരിച്ചറിയാനാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പേസ്റ്റ്, ഇത് പിന്നെ ഫോർമാറ്റ് പെയിൻറ്റ് ബ്രഷ്, അങ്ങനെ കുറേ സംഭവമുണ്ട്. ബോൾഡ് കണ്ടോ? താഴെ ബോൾഡ്, കൺട്രോൾ ബി. ആ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്ന ടെക്സ്റ്റിനെയാണ് ടൂൾ ടിപ്പ്. അപ്പോൾ ടൂൾ ടിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? എ ഷോർട്ട് ടെക്സ്റ്റ് ദാറ്റ് അപ്പീസ് ഓൺ ടൂൾ ബട്ടൺ. ടൂൾ ബട്ടണിൽ പ്രത്യക്ഷപ്പെടുന്ന ചെറിയ ടെക്സ്റ്റ്. എപ്പോൾ? വെൻ മൗസ് കർസർ ഈസ് പ്ലേസ്ഡ് ഓവർ ഇറ്റ്. മൗസ് അതിൻ്റെ മുകളിൽ കൊണ്ടുവരുമ്പം ഡിസ്പ്ലേ ചെയ്യുന്ന ചെറിയ ബട്ടൺ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ചെറിയ ടെക്സ്റ്റിനെ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്താ പറയുക? ടൂൾ ടിപ്പ് എന്ന് പറയാം. മറ്റൊന്ന് ടൈപ്സ് ഓഫ് ടൂൾ ബാർ. കുറേ ടൂൾ ബാർ ഉണ്ട്. സ്റ്റാൻഡേർഡ് ടൂൾ ബാർ, ഫോർമാറ്റിംഗ് ടൂൾ ബാർ, ഡ്രോയിങ് ടൂൾ ബാർ, ഇങ്ങനെ കുറേ ടൂൾ ബാർസ് ഉണ്ട്. ഇവിടെ നിന്ന് നോക്കി, ഈ കാണുന്നതാണ്, മുകളിൽ കാണുന്നതാണ് സ്റ്റാൻഡേർഡ് ടൂൾ ബാർ. രണ്ടാമത്തേതാണ് എന്ത്? ഫോർമാറ്റ് ടൂൾ ബാർ. ഇനി ടൂൾ ബാർ വേണം. ഇവിടെ കാണുന്നത്, താഴെ കാണുന്നുണ്ടോ? ഇത് താഴെയുള്ളത് ഇത് ഡ്രോയിങ് ടൂൾ ബാർ. ടൂൾ ബാറിന് വേറെ വേണമെങ്കിൽ വ്യൂ മെനുവിൽ പോയാൽ ഏത് ടൂൾ ബാർ കൊണ്ടുവരാം. വ്യൂ മെനുവിലെ ടൂൾ ബാർസിൽ നമ്മൾ ഫോണ്ട് വർക്ക് എന്നുള്ളത് കൊണ്ടുവന്നു. അപ്പോൾ ഫോണ്ട് വർക്കിൻ്റെ ടൂൾ ബാർ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അത് തൽക്കാലം വേറൊരു ടൂൾ ബാർ കൊണ്ടുവരാം. അതായത് പിന്നെ നമുക്ക് ഫൈൻഡ് ആൻഡ് റീപ്ലേസ്. ഇവിടെ ഫൈൻഡ് നോക്കിക്കോ. ഫൈൻഡ് നമ്മളിപ്പോൾ കളഞ്ഞു, ഇപ്പോൾ ഇവിടെ ഇല്ല. ഒന്നുകൂടെ ഞാൻ വ്യൂ മെനുവിൽ പോകുന്നത്. വ്യൂ മെനു പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ടൂൾ ബാർസ് എടുത്തിട്ട് നേരെ ഫൈൻഡ് എന്നുള്ള ടൂൾ ബാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ? ഈ കാണുന്നത് ഫൈൻഡ് ടൂൾ ബാറാണ്. ഇതിനൊരു പർപ്പസ് ഉണ്ടാകുന്നതാന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഏത് ടൂൾ ബാറും ഇവിടെ വെച്ചിട്ട് നമുക്ക് കൊണ്ടുവരാം. ടൂൾ ബാറിൽ പോയിട്ട് ഇവിടെ കുറേ ഈ കാണുന്നൊക്കെ ഓരോ ടൂൾ ബാറാണ്. ഇതിലിഷ്ടമുള്ള നമുക്ക് കൊണ്ടുവരാം. ഇത് ടിക്ക് ചെയ്താൽ ആ ടൂൾ ബാർ പ്രത്യക്ഷപ്പെടും. അത് അൺടിക്ക് ചെയ്താൽ ആ ടൂൾ ബാർ അവിടുന്ന് പിന്നെ നമ്മളെ ഈ എൻവയോൺമെൻറ്റ് ഐഡിയിൽ നിന്ന് ഡിസ്പ്ലേയിൽ ഇല്ലാതെ വരികയും ചെയ്യും. ഇപ്പോൾ നമുക്ക് ഈ പെർട്ടിക്കുലർ ഫോർമാറ്റ് ടൂൾ ബാർ വേണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ പോവുക, ടൂൾ ബാറിൽ പോവുക, എന്ത് ചെയ്യുക? ഫോർമാറ്റിംഗ് എന്നുള്ള ടൂൾ ബാർ ഒഴിവാക്കി. കണ്ടോ? അപ്പോൾ ഇവിടെ ഫോർമാറ്റിംഗ് ടൂൾ ബാറില്ല. ഇനി തിരിച്ചു കൊണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? വ്യൂ മെനു പോവുക, ടൂൾ ബാർസ് പോവുക, ഫോർമാറ്റിംഗ് എന്നുള്ള ടിക്ക് ചെയ്യുക, ഓട്ടോമാറ്റിക്കായി വന്നു. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് വാട്ട് ടൂൾ ബാർ. പല ടൈപ്പ് ടൂൾ ബാർ ഉണ്ട്. സ്റ്റാൻഡേർഡ് ഉണ്ട്, ഫോർമാറ്റിംഗ് ഉണ്ട്, ഡ്രോയിങ് ഉണ്ട്. ഓരോന്നിനും ഓരോ പർപ്പസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വ്യൂ മെനു ഈസ് യൂസ് ടു മാനേജ് ടൂൾ ബാർ. ടൂൾ ബാർ മാനേജ് ചെയ്യുന്ന മെനു ഏതാണെന്ന് ചോദിച്ചാൽ പരീക്ഷയ്ക്ക് എഴുതണം. എന്താണ് ടൂൾ ബാർ മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെനു ഏതാണെന്ന് ചോദിച്ചാൽ യു ഷുഡ് ഡെഫിനറ്റ്ലി റൈറ്റ് വ്യൂ മെനു. ഓക്കെ, വ്യൂ മെനു. ഓക്കെ, നൗ മറ്റൊന്ന് റൂളർ ബാർ. റൂളേഴ്സ് ആർ യൂസ്ഡ് ടു ചേഞ്ച് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാർജിൻസ് ഓഫ് എ ഡോക്യുമെൻറ്റ്.
റൂളർ ഉപയോഗിക്കുന്നത് മാർജിൻസ് ചേഞ്ച് ചെയ്യാൻ, ലെഫ്റ്റും റൈറ്റും മാത്രമല്ല ടോപ്പും ബോട്ടവും കൂടി ഉണ്ട്, അതിനകത്ത് എഴുതാൻ വിട്ടുപോയത്. റൂളർ എന്തിനാ? മാർജിൻസ് സെറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ദർ ആർ 2 റൂളർ ബാർ, 2 റൂളർ ബാറുകളുണ്ട്. വൺ ഈസ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ഡോക്യുമെൻറ്റ്, ഒന്ന് നമ്മളെ ഡോക്യുമെൻറ്റിന് മുകളിലും ദ അതർ വൺ ഈസ് ഓൺ ദ ലെഫ്റ്റ് സൈഡിൽ. ടോപ്പിലൊരു റൂളർ ഉണ്ട്, അതുപോലെ ലെഫ്റ്റ് സൈഡിലും ഒരു റൂളർ ഉണ്ട്. അപ്പോൾ പിന്നെ അത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് എന്ത് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ടെക്സ്റ്റ് കൊടുത്തു. ടെക്സ്റ്റ് ഇവിടെ ഞാൻ പിന്നെ കോപ്പി പേസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ കാണുന്നതുണ്ടല്ലോ, ഈ ഇവിടെ കർസർ കൊണ്ടുവരുമ്പോൾ ഡബിൾ എൻഡഡ് ആരോ ഇല്ലേ, ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മാർജിൻ, ലെഫ്റ്റ് മാർജിൻ മാറ്റാം. കണ്ടോ? അപ്പോൾ ലെഫ്റ്റ് മാർജിൻ ഇത്രയായി. ഇനി വേണമെങ്കിൽ അതേപോലെ റൈറ്റ് മാർജിനും മാറ്റാം, റൈറ്റ് മാർജിൻ മാറ്റാം. അതുപോലെ നമുക്ക് ടോപ്പ് മാർജിനും ഇങ്ങനെ മാറ്റാം, ടോപ്പ് മാർജിൻ. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പിന്നെ റൂളർ എന്ന് പറയുന്നത്. റൂളർ എന്ന് പറയുന്നത്, ഞാൻ ഇതൊന്ന് സൈസ് കുറച്ചതാണ്. പിന്നെ ഇത് കണ്ടോ, ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഡബിൾ എൻഡഡ് ആരോന്ന് ലെഫ്റ്റ് മാർജിൻ മാറ്റാം. ഞാൻ വീണ്ടും ആ ടെക്സ്റ്റ് പ്ലേസ് ചെയ്യുന്നു, കണ്ടോ ലെഫ്റ്റ് മാർജിൻ മാറ്റാം, കണ്ടോ ലെഫ്റ്റ് മാർജിന് മാറ്റാം. അപ്പോൾ ഇത്രയും ലെഫ്റ്റ് മാർജിനായി. അത് വേണ്ടെങ്കിൽ ഇങ്ങോട്ട് വലിച്ചിടാം. സോ ഈ ഏരിയക്ക് പറയുന്ന പേരാണ്, ഈ ഏരിയക്ക് പറയുന്ന പേരാണ് നമ്മൾ എന്ത് പറയുന്നത്, റൂളർ. ഈ റൂളർ ഉപയോഗിച്ച് അത് ചെയ്യുന്നത്. ഇനി ഒരു കാര്യം കൂടെ, ഇത് ലെഫ്റ്റ് റൈറ്റ് മാർജിൻ, അതിപ്പോൾ ടോപ്പ് ബോട്ടം മാർജിനും കൂടി ഉണ്ട്, ടോപ്പ് ബോട്ടം മാർജിനും കൂടെ ഉണ്ട്. അതെന്താണെന്ന് നോക്കാം നമുക്ക്. ടോപ്പ് ബോട്ടം മാർജിൻ നമ്മൾ എങ്ങനെയാണ് ഈ പിന്നെ ടോപ്പ് ബോട്ടം മാർജിൻ എങ്ങനെ ചേഞ്ച് ചെയ്ത് നോക്കുക. ടോപ്പ് ബോട്ടം മാർജിൻ ചില സമയത്ത് കണ്ടോ, ഇതാ ഈ കാണുന്നതാണ് ടോപ്പ് മാർജിൻ ചേഞ്ച് ചെയ്യുക. ടോപ്പ് മാർജിൻ ചേഞ്ച് ചെയ്തു. അപ്പോൾ നോക്കിക്കോ, ടോപ്പ് മാർജിൻ കുറേ ഇങ്ങോട്ട് കിട്ടില്ല, ഇത്ര ഏരിയ ടോപ്പ് മാർജിൻ. അത് വേണ്ടെങ്കിൽ Ctrl+Z അടിക്കുക. നമുക്ക് ബോട്ടം മാർജിൻ ചേഞ്ച് ചെയ്യണമെങ്കിലോ, ബോട്ടം മാർജിൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇതൊന്ന് സ്ക്രോൾ ചെയ്യുക. ഇതാ ഈ കാണുന്ന ഈ ഡബിൾ എൻഡഡ് ആരോ ഇവിടെ കാണല്ലേ, ഇതിങ്ങോട്ട് വെച്ചാൽ ബോട്ടം ആരോയും നമുക്കങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ബോട്ടം മാർജിനും അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് റൂളർ ബാർ. ഈ കാണുന്നതാണ് ലെഫ്റ്റ് റൈറ്റ് മാർജിൻ ചേഞ്ച് ചെയ്യാനുള്ള റൂളർ ബാർ. ഇവിടെ ഈ ലെഫ്റ്റിൽ കാണുന്നതാണ് ടോപ്പ് ബോട്ടം മാർജിൻ ചേഞ്ച് ചെയ്യാനുള്ള റൂളർ ബാർ. ഓക്കെ, സോ ദാറ്റ് ഇസ് ഡൺ. 4 ടൈപ്പ് മാർജിൻ ഉണ്ട്. ലെഫ്റ്റ് മാർജിൻ ഉണ്ട്, റൈറ്റ് മാർജിൻ ഉണ്ട്, ടോപ്പ് മാർജിൻ ഉണ്ട്, ബോട്ടം മാർജിൻ ഉണ്ട്. ഓക്കെ, ദാറ്റ് ഇസ് ഗ്രേറ്റ്. നൗ ഇനി നോക്കേ, സ്റ്റാറ്റസ് ബാർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. എന്താണ് സ്റ്റാറ്റസ് ബാർ? ഇറ്റ് ഈസ് വിസിബിൾ അറ്റ് ദ ബോട്ടം ഓഫ് ദ ഐ ഡിൻ്റെ ഏറ്റവും താഴെ കിടക്കുന്ന മാർജിനാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മൾ ഈ ഐ ഡി എടുത്തു കഴിഞ്ഞാൽ ഇതാ ഇതിൻ്റെ ഏറ്റവും താഴെ ഇവിടെ കണ്ടോ, ഈ കാണുന്നതാണ് പിന്നെ സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത്. ഏറ്റവും മുകളിലുള്ളത് ടൈറ്റിൽ ബാർ ആണെങ്കിൽ, ഐ ഡിൻ്റെ ഏറ്റവും മുകളിൽ ടൈറ്റിൽ ബാർ ആണെങ്കിൽ ഏറ്റവും താഴെയുള്ളത് സ്റ്റാറ്റസ് ബാറാണ്. ഈ സ്റ്റാറ്റസ് ബാറിൽ എന്തൊക്കെയുണ്ടെന്നാണ് പറഞ്ഞത്? ഇറ്റ് ഡിസ്പ്ലേസ് ഇൻഫർമേഷൻ ലൈക്ക്, എന്തൊക്കെ ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യുന്നു? പേജ് നമ്പർ ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പോൾ കുറേ പേജുള്ള ഒരു ഡോക്യുമെൻ്റ് ആണെങ്കിൽ നമ്മൾ കർസർ എവിടെയാണോ നിൽക്കുന്നത് ആ പേജിൻ്റെ പേജ് നമ്പർ, ആ കർസർ നിൽക്കുന്ന കോളം, അതിൻ്റെ ലൈൻ നമ്പർ ഒക്കെ ഡിസ്പ്ലേ ചെയ്യും. ഏത് ഭാഷയാണ് സെലക്ട് ചെയ്ത്, ഇംഗ്ലീഷാണോ അറബിക്കാണോ മലയാളമാണോ ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്ന, ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഭാഷ, ലാംഗ്വേജ്, അതൊക്കെ അതിൽ ഡിസ്പ്ലേ ചെയ്യും. ഇതൊക്കെ പിന്നെ വെർഷൻ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഈ വെർഷനിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ പേജ് നമ്പർ ഉണ്ട്, പേജ് നമ്പർ കണ്ടോ, ഇവിടെ പേജ് നമ്പർ ഉണ്ട്. പിന്നെ ഈ ഡോക്യുമെൻറ്റിൽ എത്ര വേർഡ്സ് ഉണ്ട്, ക്യാരക്ടർ ഉണ്ട്, അതുപോലെ ഭാഷ ഇംഗ്ലീഷാണ് എന്നുള്ളത്. ഇതിനകത്തുള്ള മറ്റൊരു സംഭവമാണ് എന്താ പറയുക, സൂം ഇന്നും സൂം ഔട്ടും. നമുക്ക് ഈ ഡോക്യുമെൻറ്റ് വലുതും ചെറുതായി കാണാൻ പറ്റും. ഞാൻ വേറൊരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം. ഇത് ഡോൺ സേവ്. ഓക്കെ, നമ്മൾ ഈ ഡോക്യുമെൻ്റ് എടുക്കുക. ഇതിൽ ഞാൻ ഓൾറെഡി കുറച്ച് കണ്ടൻറ്റ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് നമുക്ക് സൂം ഇന്നും സൂം ഔട്ടും ചെയ്യാം. ഇത് സൂം ഇൻ ചെയ്യുകയാണ്, അപ്പോൾ വലുതായി വരും അല്ലേ. ഇനി സൂം ഔട്ട് ചെയ്യുമ്പോൾ ഇവിടെ സൂം ഔട്ട്. എവിടെയാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ഏറ്റവും താഴെയുള്ള സ്റ്റാറ്റസ് ബാറിൻ്റെ ഏറ്റവും റൈറ്റ് മോസ്റ്റ് കോർണറിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഒരു പ്ലസ്സും മൈനസും. അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഡോക്യുമെൻ്റ് സൂം ചെയ്യാൻ പറ്റും, സൂം ഇന്നും സൂം ഔട്ടും ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ ഫൈൻ. ഇനി
അപ്പോൾ എന്താണെന്ന് മനസ്സിലായി. സ്റ്റാറ്റസ് ബാർ എന്താണ്? ഇറ്റ് ഈസ് വിസിബിൾ അറ്റ് ദ ബോട്ടം ഓഫ് ദ ഐ ഡിൻ്റെ ഏറ്റവും താഴെയുള്ളതാണ്. അതിൽ പേജ് നമ്പർ, ലൈൻ നമ്പർ, കോളം നമ്പർ, അതുപോലെ ഭാഷ ഒക്കെ ഡിസ്പ്ലേ ചെയ്യും. ഇറ്റ് ഹാസ് ഓൾസോ ഓപ്ഷൻ ഫോർ സൂം ഇന്നും സൂം ഔട്ടും ഉള്ള ഓപ്ഷൻ അതിനകത്തുണ്ട്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകും. മറ്റൊന്നാണ് ടെക്സ്റ്റ് ഏരിയ. ടെക്സ്റ്റ് ഏരിയ ഇറ്റ് ഈസ് ദ പ്ലേസ് വേർ വി ടൈപ്പ് ദ ടെക്സ്റ്റ് മാറ്റർ. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഏരിയ അല്ലേ, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഈ ഏരിയക്കാണ് നമ്മളെന്ത് പറയുക, ഈ ഏരിയക്കാണ് നമ്മൾ ടെക്സ്റ്റ് ഏരിയ എന്ന് പറയാം. ടെക്സ്റ്റ് ഏരിയ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡോക്യുമെൻ്റ് ഏരിയ. നമ്മൾ കണ്ടൻറ്റ് പ്ലേസ് ചെയ്യുന്ന ഏരിയക്കാണ്, കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഏരിയക്കാണ് എന്ത് പറയുന്നത്, ടെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ടൈറ്റിൽ ബാർ ഉണ്ട്, അതിൽ പിന്നെ ഡോക്യുമെൻറ്റിൻ്റെ ഫയലിൻ്റെ പേരും സോഫ്റ്റ്വെയറിൻ്റെ പേരും കൺട്രോൾ ബട്ടൺസും ഡിസ്പ്ലേ ചെയ്യും. മെനു ബാറിൽ എല്ലാ മെനൂസും കാണിക്കും. ടൂൾ ബാറിൽ മെനുവിന് പകരമുള്ള ഷോർട്ട് കട്ട് ബട്ടൺസ് ഡിസ്പ്ലേ ചെയ്യും. റൂളർ ബാറിൽ മാർജിൻസ് സെറ്റ് ചെയ്യാം, ലെഫ്റ്റിലുമുണ്ട് ടോപ്പിലുമുണ്ട്. സ്റ്റാറ്റസ് ബാറിൽ വളരെ ബേസിക് ആയിട്ടുള്ള പേജ് നമ്പറും കോളം നമ്പറും ലാംഗ്വേജ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന ഐ ഡിയുടെ ഏറ്റവും താഴെയുള്ളതാണ് സ്റ്റാറ്റസ് ബാറാണത്. സ്റ്റാറ്റസ് ബാർ പിന്നെ ടെക്സ്റ്റ് ഏരിയയിൽ ആണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന മാറ്റർ നിൽക്കുന്ന ഏരിയയ്ക്ക് പറയുന്ന പേരാണ് ടെക്സ്റ്റ് ഏരിയ. സോ ദീസ് ആർ ദ മെയിൻ കമ്പണൻസ് ഓഫ് എ റൈറ്റർ ഐ ഡി. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എങ്ങനെയാണ് ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുക. ഈ റൈറ്ററിൽ ഒരു കാര്യം ചിലപ്പോൾ 3 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന് മെനു ഉപയോഗിച്ച് ചെയ്യുക, മറ്റൊന്ന് ടൂൾ ബട്ടൺ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ നമ്മൾ നേരത്തെ കണ്ടല്ലോ, ടൂൾ ബാറിലുള്ള ടൂൾ ബട്ടൺസ് ഉപയോഗിച്ച് ചെയ്യാം. വേറെ മെത്തേഡാണ് ഷോർട്ട് കട്ട്സ്, കീബോർഡ് ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യാം. ഷോർട്ട് കട്ട് ഉദ്ദേശിക്കുന്നത് കീബോർഡ് ഷോർട്ട് കട്ട്സാണ്. പിന്നെ മൗസ് ഉപയോഗിക്കാതെ കീബോർഡ് ഉപയോഗിച്ചും ചില കാര്യങ്ങൾ ചെയ്യാം. 3 രീതിയിലാണ് മിക്ക കാര്യങ്ങളും ചെയ്യുക. ഒന്ന് മെനു ഉപയോഗിച്ച് ചെയ്യുക, ഒന്ന് ടൂൾ ബാറിലെ ടൂൾ ബട്ടൺസ് യൂസ് ചെയ്ത് ചെയ്യാം, മറ്റൊന്ന് കീബോർഡ് ഷോർട്ട് കട്ട് കീസ് യൂസ് ചെയ്ത് ചെയ്യാം. ഇപ്പോൾ പുതിയൊരു ഫയൽ എങ്ങനെ ഉണ്ടാക്കുക? പുതിയ ഫയൽ നമുക്ക് 3 രീതി ഉണ്ടാക്കാം. ഫയൽ മെനുവിൽ, ന്യൂ മെനുവിൽ ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് എന്നുള്ള രീതിയിൽ ചെയ്യാം. അതായത് ഉദാഹരണമായിട്ട് നമുക്കിവിടെ ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫയൽ മെനുവിൽ ന്യൂ സബ് മെനു പോയിട്ട് ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് എന്ന് കൊടുത്താൽ കണ്ടോ പുതിയ ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റായി. ഇനിയിപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് കണ്ടൻറ്റ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ കണ്ടൻറ്റ് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഏത് മെനു ഉപയോഗിച്ചിട്ടാണ്? ഫയലിൽ ന്യൂവിൽ ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് വെച്ചിട്ട് ഇതേ സാധനം തന്നെ മറ്റു രീതിയിലും ചെയ്യാം. ഇതേ സംഭവം തന്നെ മറ്റു രീതിയിൽ നമുക്ക് ചെയ്യാം. അതാണ് എന്ത്, പിന്നെ അത് ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഈ ഫയൽ ന്യൂ ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് എന്നുള്ളതിന് പകരം മറ്റൊരു ഓപ്ഷനാണ് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ന്യൂ ബട്ടൺ എന്നുള്ള ടൂൾ ബാറിലുള്ള ന്യൂ ബട്ടൺ ഉപയോഗിച്ച് ചെയ്യാം. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടോ ഈ ടൂൾ ബാർ, ഇതാണ് ഒരു ടൂൾ ബാർ. ഈ ടൂൾ ബാറിൻ്റെ ഈ കാണുന്ന സംഭവം അല്ലേ ഈ ന്യൂ എന്ന് കാണിക്കുന്നത്, ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് ഡേറ്റ ടൈപ്പ് ചെയ്യാം. അതും ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഈ ന്യൂ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. മറ്റൊരു ഓപ്ഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്, എന്താണ് മറ്റൊരു ഓപ്ഷൻ, കൺട്രോൾ എൻ എന്നുള്ള കീ ഉപയോഗിച്ച് ചെയ്യാം. കൺട്രോൾ എൻ എന്നുള്ള കീ ഉപയോഗിച്ച് ചെയ്യാം. നമുക്കറിയില്ല കീബോർഡിൽ കൺട്രോൾ എന്നുള്ള ഒരു കീ ഉണ്ട് അല്ലേ, CTRL കൺട്രോൾ ബട്ടൺ, കൺട്രോൾ എൻ ഈ കീ കൺട്രോൾ എൻ എന്നുള്ള കീബോർഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, കീബോർഡിൻ്റെ ഇമേജസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഇപ്പോൾ ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കൺട്രോൾ എന്നുള്ള കീ ഉണ്ട് ഇവിടെ, കൺട്രോൾ എൻ ഇത് ഒരുമിച്ച് പ്രസ് ചെയ്താൽ, കൺട്രോൾ എൻ ഒരുമിച്ച് പ്രസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഈ കൺട്രോൾ എന്നുള്ള ബട്ടണിൻ്റെ കൂടെ എൻ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അത് ഞാൻ ചെയ്യാൻ പോവാണ്. ഞാൻ കീബോർഡിലെ കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്തു, ഇനി എൻ പ്രസ് ചെയ്യുന്നു, എന്താ സംഭവിക്കുക നോക്കാം. എൻ പ്രസ് ചെയ്തു, ഇനി എന്താ സംഭവിക്കുന്നത് നോക്കാം. ഫയൽ കണ്ടോ, പുതിയ ഫയൽ ഓപ്പൺ ചെയ്തു. അപ്പോൾ നമുക്കിങ്ങനെ പുതിയ ഫയലിനായി കൺട്രോൾ എൻ എന്നുള്ള, കൺട്രോൾ ന്യൂ എന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. കൺട്രോൾ എൻ ഡോൺ സേവ്.
അപ്പോൾ 3 രീതിയിൽ നമുക്ക് പുതിയ ഫയൽ ഉണ്ടാക്കാം. എങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് പിന്നെ ഫയൽ മെനുവിൽ ന്യൂവിൽ പോയിട്ട് ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് വഴി ചെയ്യാം. മറ്റൊന്ന് ടൂൾ ബട്ടണിലെ ന്യൂ ബട്ടൺ വെച്ച് ചെയ്യാം. മറ്റൊന്ന് കൺട്രോൾ എന്ന് വെച്ച് ചെയ്യാം. അതായത് ഇവിടെ ഫയലിലെ ന്യൂവിൽ ടെക്സ്റ്റ് ഈ മെനു വെച്ച് ചെയ്യാം. അതല്ലെങ്കിൽ ഈ കാണുന്ന ഈ കൺട്രോൾ എന്നുള്ള ഈ ബട്ടൺ ചെയ്യാം, ഈ ടൂൾ ബട്ടൺ വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ കീബോർഡിലെ കൺട്രോളും എന്നും ഒരുമിച്ച് പ്രസ് ചെയ്താലും പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. സോ ദാറ്റ് ഇസ് വാട്ട് വി ഹാവ് ഡൺ. ഇനി അടുത്തത് എന്താ നോക്കുക? അടുത്തത് സേവിങ് എ ഡോക്യുമെൻറ്റ്. നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഒരു ഡോക്യുമെൻറ്റിനെ എങ്ങനെ സേവ് ചെയ്യാം? സേവ് ചെയ്യുക പറഞ്ഞാൽ സെക്കൻഡറി സ്റ്റോറേജിലേക്ക് സേവ് ചെയ്യുക, അതായത് ഡിസ്കിലേക്കോ പെൻ ഡ്രൈവിലേക്കോ ഒക്കെ സേവ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക? അതും 3 രീതിയിൽ ചെയ്യാം. ഒന്ന് മെനു വെച്ചിട്ട് ഫയലിലെ സേവ് എന്നുള്ള ഓപ്ഷൻ വെച്ച് ചെയ്യാം. ടൂൾ ബട്ടൺ വെച്ചിട്ട് ചെയ്യാം. സേവ് ബട്ടൺ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് ചെയ്യാം. മറ്റൊന്ന് കീബോർഡ് ഷോർട്ട് കട്ടായ കൺട്രോൾ എസ് ചെയ്യുക. കൺട്രോൾ എസ്. അപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് നമ്മൾ പുതിയൊരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഫയല് ന്യൂ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ടൈപ്പ് ചെയ്തു, കുറേ സംഭവങ്ങൾ ടൈപ്പ് ചെയ്തു. ഇനി നമ്മളിതിനെ സേവ് ചെയ്യുന്നു. 3 രീതി ചെയ്യാം. ഒന്ന് ഫയലിൽ പോയിട്ട് സേവ് എന്ന് പറഞ്ഞിട്ട് ചെയ്യാം. അപ്പോൾ എനിക്കെന്ത് ചെയ്യാം? ഇതിനൊരു പേര് കൊടുക്കാം, ഹായ് എന്നുള്ള പേര് കൊടുത്തു. അപ്പോൾ സേവ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? ഈ ഫയൽ സേവായി. hi.odt എന്നുള്ള പേരിൽ ഇത് സേവായി അല്ലേ? ഏത് പിന്നെ ഫോൾഡറിലാന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതിന് വീണ്ടും ചില ചേഞ്ചസ് വരുത്തി. ഇനി എനിക്ക് ആ ചേഞ്ചസ് സേവ് ചെയ്യണം. വീണ്ടും എന്ത് ചെയ്യുക? ഫയലിൽ പോയിട്ട് സേവ് എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ കാണുന്ന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താലും സേവ് ആകും. ഇനി അതുമല്ല, ഞാൻ വീണ്ടും കുറച്ച് ചേഞ്ചസ് വരുത്തി, വീണ്ടും എനിക്കിത് സേവ് ചെയ്യണം. പുതിയ ചേഞ്ചസ് എന്ത് ചെയ്യാം? ഫയലിലെ സേവ് പോവാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതും അല്ലെങ്കിൽ കൺട്രോൾ എസ്, കീബോർഡിലെ കൺട്രോൾ എസ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. കീബോർഡിൽ എന്ത് ചെയ്യുക? കൺട്രോൾ എസ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിന് പകരം കൺട്രോളിൻ്റെ കൂടെ എസ് കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഈ എസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഈ പറഞ്ഞ സംഭവം ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ സോ ദാറ്റ് ഈസ് ഡൺ. ഓക്കെ, ഇനി പറയുന്നത് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് വൺ ഈസ്, അപ്പോൾ നമ്മൾ സേവ് ചെയ്യും. അപ്പോൾ ഷോർട്ട് കട്ട് കൺട്രോളേഴ്സ് ഫയൽ സേവ് ബട്ടൺ അല്ലേ? ഇനി സേവ് ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ്റ്റൻഷൻ എന്തായിരിക്കും? റൈറ്റർ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ ഡിസ്കിൽ സേവ് ചെയ്യുമ്പോൾ ഡോട്ട് എന്തായിരിക്കും? അതിൻ്റെ എക്സ്റ്റൻഷൻ ODT എന്നുള്ള പേരിലായിരിക്കും ഫയൽ സേവ് ആവുക. ഇപ്പോൾ MP3 ഫയലിൻ്റെ എക്സ്റ്റൻഷൻ .mp3, MP4 ഫയലിൻ്റെ എക്സ്റ്റൻഷൻ .mp4 പറഞ്ഞതുപോലെ ഇത് നമ്മൾ സേവ് ചെയ്യുന്ന ഫയലിൻ്റെ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഞാൻ ഈ പെർട്ടിക്കുലർ ഫയൽ സേവ് ചെയ്യുക. ഞാൻ ഫയൽ സേവ് എന്ന് കൊടുത്തു. സേവ് കൊടുക്കുന്ന എവിടെയാണ്? ഞാൻ ഡെസ്ക്ടോപ്പ് സേവ് ചെയ്യണം. എന്താ പേര്? നത്തിങ് എന്നുള്ള പേര് കൊടുത്തു. നത്തിങ് എന്നുള്ള പേരിൽ സേവ് ചെയ്ത്. എവിടെ സേവ് ചെയ്തത്? ഡെസ്ക്ടോപ്പിൽ. ഇനി ഡെസ്ക്ടോപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഡെസ്ക്ടോപ്പിനകത്ത് എവിടെ കണ്ടോ? ഇവിടെ ഈ ഫയൽ കണ്ടോ? ഈ ഫയൽ nothing.odt എന്നാണ് എക്സ്റ്റൻഷൻ. ODT എന്നുള്ള എക്സ്റ്റൻഷൻ. സോ അതാണ് പിന്നെ റൈറ്റർ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ. അപ്പോൾ നമ്മൾ സേവ് എന്താണെന്ന് പറഞ്ഞു. സേവ് എന്തിനാണ് ചെയ്യുന്നത്? പുതിയൊരു ഫയൽ ഉണ്ടാക്കിയാൽ അത് ഡിസ്കിലേക്ക് റൈറ്റ് ചെയ്യാനാണ് സേവ് ചെയ്യുന്നത്. പിന്നെ ഓൾറെഡി ഉള്ളൊരു ഫയലിന് ചേഞ്ചസ് വരുത്തിയാലും നമുക്ക് ഇതുപോലെ തന്നെ സേവ് ചെയ്യാം. ഫയൽ സേവ് അല്ലെങ്കിൽ സേവ് ബട്ടൺ കൺട്രോൾ എസ് വെച്ച് സേവ് ചെയ്യാം. പുതിയൊരു ഫയൽ ഉണ്ടാക്കിയിട്ടും സേവ് ചെയ്യാം. ഓൾറെഡി ഉള്ള ഫയലിൽ പുതിയ മോഡിഫിക്കേഷൻ വരുത്തിയാലും നമുക്ക് സേവ് ചെയ്യാം. ഈ രണ്ട് സേവും ചെയ്യണത് ഇതേ ഓപ്ഷൻസ് വെച്ചിട്ട് തന്നെയാണ്. ഇനി ഇതിനകത്ത് സേവ് ആസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. എന്താണ് സേവ് ആസ്? ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു സേവ് എ ഫയൽ ഇൻ അനദർ നെയിം. ഒരു പേരുള്ള ഫയലിൻ്റെ വേറെ കോപ്പി എടുത്ത് വെക്കാൻ. അതേ കണ്ടൻറ്റ് തന്നെ മാറ്റമൊന്നുമില്ല, പേര് മാറ്റി കൊടുക്കുക, പുതിയൊരു പേരും കൂടി. അതിനെന്ത് ചെയ്യണം? സേവ് ആസ് കൊടുക്കണം. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമുക്കിപ്പോൾ ഒരു ഫയലുണ്ട് A.odt ഉണ്ട്. ബൈ ചാൻസ് അത് ഡിലീറ്റ് ചെയ്ത് പോകുമെന്ന് പേടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ മറ്റൊരു ഫോൾഡറിൽ അതിനെ സേവ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഓൾറെഡി ഉള്ളൊരു ഫയലുണ്ട്, അതിൽ നമുക്ക് മോഡിഫിക്കേഷൻ വരുത്തണം. പക്ഷേ മോഡിഫൈ ചെയ്യുന്ന ഫയൽ പഴയ ഫയലിനെ ബാധിക്കരുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പഴയ ഫയൽ അതേ പേരിൽ നിന്ന് പുതിയ മോഡിഫിക്കേഷൻ സേവ് ആസ് വെച്ച് ചെയ്യും. അപ്പോൾ ഓപ്പൺ ചെയ്ത ഫയൽ അതേപോലെ തന്നെ ഉണ്ടാവും. സേവ് ആസ് വെച്ച് ചെയ്യുമ്പോൾ പുതിയ കണ്ടൻറ്റൊക്കെ പുതിയ ഫയലിലാണ് ഉണ്ടാവുക. പഴയതും പുതിയതും കൂടെ ഉണ്ടാവും സേവ് ആസ് വെച്ച് ചെയ്യുമ്പോൾ. പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഒരു ഫയലിനെ മറ്റൊരു പേരിൽ സേവ് ചെയ്യാനാണ് സേവ് ആസ് യൂസ് ചെയ്യുന്നത്. 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് മെനു ഉണ്ട്, ഫയലിലെ സേവ് ആസ് ഉണ്ട്, ഒരു ഷോർട്ട് കട്ട് ബട്ടൺ ഉണ്ട്. Ctrl Shift S അടിച്ചാലും ചെയ്യാൻ പറ്റും.
കൺട്രോൾ ഷിഫ്റ്റ് എസ്. അതായത് കീബോർഡിലെ ഈ കൺട്രോൾ ബട്ടണും ഈ ഷിഫ്റ്റ് ബട്ടണും കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്തിട്ട് എസ് ബട്ടണും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പിന്നെ നമുക്ക് എന്ത് കിട്ടും? ഈ പിന്നെ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ കിട്ടും. കൺട്രോൾ ഷിഫ്റ്റ് എസ് കീബോർഡിൽ എങ്ങനെയാണ് ഉണ്ടാവുക? കണ്ടോ, കൺട്രോൾ ബട്ടൺ ഉണ്ടാവും, ഷിഫ്റ്റ് ഉണ്ടാവും, എസ്. ഈ 3 ബട്ടണും ഒരുമിച്ച് കീബോർഡിലുള്ള കൺട്രോൾ ഷിഫ്റ്റ് എസ് ഒരുമിച്ച് പ്രസ് ചെയ്താൽ, ഇവിടെ ഒരുമിച്ച് കൊടുത്തില്ല, ഓക്കെ വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ പറഞ്ഞ ഈ സാധനം ഈ കൺട്രോൾ അതിൻ്റെ തൊട്ട് മുകളിൽ കൺട്രോളിൻ്റെ തൊട്ട് മുകളിൽ ഷിഫ്റ്റ് ഉണ്ടാവും. കൺട്രോളിൻ്റെ തൊട്ട് മുകളിൽ ഷിഫ്റ്റ്, ഇത് രണ്ടും ഒരുമിച്ച് പ്രസ് ചെയ്യുക, എസ് ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പിന്നെ സേവ് ആസ് കിട്ടും. സേവ് ആസും സേവും നമ്മൾ വ്യത്യാസം എക്സാമിന് ചോദിക്കുക. എഴുതേണ്ടത് ഇങ്ങനെയാണ്. സേവ് 2 രീതിയിൽ ഉപയോഗിക്കുക. ഒന്നൊരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്താൽ സേവ് ചെയ്യാം, അത് ഫയൽ സേവ് അല്ലെങ്കിൽ കൺട്രോൾ എസ് ഉപയോഗിച്ച് സേവ് ചെയ്യാം. അല്ലെങ്കിൽ ഓൾറെഡി ഉള്ളൊരു ഫയലിൽ മാറ്റം വരുത്തിയിട്ട് അതേ പേരിൽ തന്നെ സേവ് ചെയ്യണമെങ്കിലും കൺട്രോൾ എസ് ഉപയോഗിച്ച് സേവ് ചെയ്യാം. അപ്പോൾ സേവ് ആസ് എപ്പോഴാണ് യൂസ് ചെയ്യുകയെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ഓൾറെഡി ഉള്ളൊരു ഫയലിനെ പുതിയൊരു പേരിൽ സേവ് ചെയ്യാനാണ് സേവ് ആസ് യൂസ് ചെയ്യുന്നത്. സേവ് ആസ് യൂസ് ചെയ്യാനുള്ള മെനു ഫയലിലെ സേവ് ആസ് എന്നുള്ള ഓപ്ഷനാണ്. എവിടെയാണ്? ഫയലിനകത്ത്, ഫയൽ മെനുവിനകത്ത് നമുക്കിവിടെ ഫയൽ മെനു ഉണ്ട്. ഫയൽ മെനുവിനകത്ത് സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് എസ് ഒരുമിച്ച് പ്രസ് ചെയ്തിട്ടും സേവ് ആസ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഫയലിനെ മറ്റൊരു പേരിൽ സേവ് ചെയ്യാം. ഞാൻ കൺട്രോൾ പ്രസ് ചെയ്തു, ഷിഫ്റ്റ് പ്രസ് ചെയ്തു, ഇനി എസ് പ്രസ് ചെയ്യാണ്. എസ് പ്രസ് ചെയ്തു, അപ്പോൾ ഉടനെ പേര് ചോദിക്കും. അപ്പോൾ നത്തിങ് എന്നുള്ളതിന് ഞാൻ വേറെ പേരിൽ സേവ് ചെയ്യുന്നു. എവ്രിതിങ് എന്നുള്ള പേരിൽ ഇതിനെ സേവ് ചെയ്യും. അപ്പോൾ നത്തിങ് എന്നുള്ള ഫയലും അവിടെ ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും? എവ്രിതിങ് എന്നുള്ള ഫയലും ഉണ്ടാവും. 2 ഫയലും ഉണ്ടായിരിക്കും. നത്തിങ്ങും ഉണ്ടാവും. ഇതിപ്പോൾ എവിടെ സേവ് ചെയ്തത് ഞാൻ ശ്രദ്ധിച്ചില്ല. സേവ് ഒരു കൂടെ സേവ് ആസ് എവിടെയായിരുന്നു? ഡെസ്ക്ടോപ്പിൽ എവ്രിതിങ് ഉണ്ടായിരിക്കും. ഓക്കെ, 2 പേരിലും ഫയൽ ഉണ്ടായിരിക്കും. ഇത് മിനിറ്റ്, ഇവിടെ ഒരു നത്തിങ് എന്നുള്ള പേരിൽ ഫയലുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഫയലാണെന്ന്. എവ്രിതിങ് .odt പറഞ്ഞ പേരിലും ഫയൽ ഡെസ്ക്ടോപ്പ് 2 പേരിലും ഫയലുണ്ടായി അല്ലേ? ഒരു ഫയലിന് മറ്റൊരു പേര്, 2ൻ്റെയും കണ്ടൻറ്റ് സെയിം ആയിരിക്കും. ഇനി വേണമെങ്കിൽ ഈ പറഞ്ഞ ഫയലിൽ നമുക്ക് പുതിയ കുറച്ച് കണ്ടൻറ്റ് കൂടി കൊടുത്തിട്ട് പിന്നെ കുറച്ച് കണ്ടൻറ്റ് കൂടി കൊടുത്തിട്ട് എന്ത് ചെയ്യുക? പുതിയ പേരിൽ സേവ് ചെയ്യുക. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യുക? സേവ് ആസ് പുതിയ പേരിലായിരിക്കും. അപ്പോൾ ഈ പുതിയ പേരിലുള്ള ഫയലിൽ മാത്രമേ ഈ ചേഞ്ച് ഉണ്ടാവുള്ളൂ, പഴയ ഫയലിൽ ചേഞ്ച് ഉണ്ടാവില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് സേവും സേവ് ആസും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇനി അപ്പോൾ ഓക്കെ, സേവിങ് എ ഡോക്യുമെൻറ്റ് കഴിഞ്ഞു. മറ്റൊന്ന് ക്ലോസിങ് എ ഡോക്യുമെൻറ്റ്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡോക്യുമെൻറ്റ് നമുക്ക് ക്ലോസ് ചെയ്യണം. അപ്പോൾ 2 രീതിയിൽ ക്ലോസ് ചെയ്യാം. ഒന്ന് ഫയലിലെ ക്ലോസ് എന്നുള്ള മെനു ഉപയോഗിച്ച് ക്ലോസ് ചെയ്യാം. മറ്റൊന്ന് ക്ലോസ് ബട്ടൺ ഇൻ മെനു ബാറിൽ ക്ലോസ് ബട്ടൺ ഉപയോഗിക്കാം. അപ്പോൾ 2 നോക്കാം നമുക്ക്. ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഫയലിലെ ഈ കാണുന്ന മെനു ഉപയോഗിച്ച് ഫയൽ ക്ലോസ് കൊടുത്താൽ ഈ പിന്നെ ഫയൽ എന്താവും? ക്ലോസ് ആവും. സേവ് ചെയ്യണമെന്ന് വെച്ചാൽ വേണ്ട എന്ന് കൊടുക്കുകയാണെങ്കിൽ സേവ് ചെയ്യേണ്ട. അപ്പോൾ ക്ലോസ് ആയി. ഇനി വീണ്ടും ഓപ്പൺ ഓപ്പൺ ചെയ്തു. ഇനി ഇത് വീണ്ടും ക്ലോസ് ചെയ്യാൻ വേറെ മാർഗ്ഗമുണ്ട്. നമ്മളിപ്പോൾ ചെയ്തത് ഫയലിലെ ക്ലോസ് എന്നുള്ള രീതിയിലാണ്. അതിന് പകരം ഈ മെനു ബാറിൻ്റെ നേരെ വലത്തേ അറ്റത്ത് നോക്കിയാൽ ഒരു ക്ലോസ് ബട്ടൺ കാണാം. ഈ ക്ലോസ് ബട്ടൺ അപ്പോൾ അത് ക്ലിക്ക് ചെയ്താലും എന്ത് ചെയ്യും? എൻ്റെ ഡോക്യുമെൻ്റ് ക്ലോസ് ആവും. ഓക്കെ ആണല്ലോ? ഇനി ഇപ്പോൾ ക്ലോസിങ് ഡോക്യുമെൻറ്റ് കഴിഞ്ഞു. ഇനി ക്ലോസിങ് റൈറ്റർ സോഫ്റ്റ്വെയർ ക്ലോസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റ് ക്ലോസ് ചെയ്യണം റൈറ്റർ സോഫ്റ്റ്വെയർ ക്ലോസ് ചെയ്യണം തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇതിപ്പോൾ നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്താൽ റൈറ്റർ സോഫ്റ്റ്വെയറും ക്ലോസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. ഇത് ശരിയാണ്, റൈറ്റർ സോഫ്റ്റ്വെയർ. പക്ഷേ ലിബ്രെ ഓഫീസ് കണ്ടോ, ഈ സാധനം ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കണ്ടോ, അത് ക്ലോസ് ആയില്ല. ഓക്കെ, അത് ക്ലോസ് ആകാൻ എന്താ മാർഗം എന്നാ ചോദ്യം. ലിബ്രെ ഓഫീസ് റൈറ്റർ മൊത്തം അങ്ങ് ക്ലോസ് ആയി പോയില്ല. ഇനിയിപ്പോൾ ഒന്നിലധികം ഫയൽ ഉണ്ടെങ്കിൽ ക്ലോസ് ആവില്ല. അപ്പോൾ നമുക്ക് ഫയൽ ക്ലോസ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്ത ഫയൽ ക്ലോസ് ചെയ്യണമെങ്കിൽ ഫയലിൽ ക്ലോസ് പോവുക. പക്ഷേ അല്ലെങ്കിൽ ഇവിടെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുക. പക്ഷേ നമുക്ക് മൊത്തം ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യണമെങ്കിലുള്ള മാർഗം ഫയലിൽ പോയിട്ട് നമ്മൾ എക്സിറ്റ് ലിബ്രെ ഓഫീസ് എന്ന് കൊടുക്കുക. എക്സിറ്റ് ലിബ്രെ ഓഫീസ്. അപ്പോൾ മൊത്തം ക്ലോസ് ആയി, ആ ആപ്ലിക്കേഷനേ ഇല്ല അല്ലേ? ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണമെങ്കിൽ എവിടെ പോകണം? ആപ്ലിക്കേഷനിൽ ഓഫീസിൽ എന്ത് ചെയ്യണം? ലിബ്രെ ഓഫീസ് റൈറ്റർ.
അപ്പോൾ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യണമെങ്കിൽ റൈറ്റർ എന്ന സോഫ്റ്റ്വെയർ ക്ലോസ് ചെയ്യണമെങ്കിൽ റൈറ്റർ എന്ന ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യണമെങ്കിൽ ഫയലിലെ ക്ലോസ് അല്ല അല്ലേ, മറിച്ച് എന്താണ് ഫയലിൽ ഫയലിൽ പോയിട്ട് ഈ ലാസ്റ്റ് എക്സിറ്റ് ലിബ്രെ ഓഫീസ് എന്നുള്ള മെനു, അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു ഓപ്ഷൻ കൺട്രോൾ ക്യൂ എന്നാണ്. എന്താണ് കൺട്രോൾ ക്യൂ? കൺട്രോൾ ബട്ടണും ക്യൂ ബട്ടണും ഒരുമിച്ച് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ കൺട്രോൾ പ്രസ് ചെയ്തു, ക്യൂ പ്രസ് ചെയ്തു, ആപ്ലിക്കേഷൻ ക്ലോസ് ആയി. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ ഇങ്ങനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുക. ഞാൻ ഈ ഫയൽ വീണ്ടും ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഡൺ. അപ്പോൾ ആപ്ലിക്കേഷൻ ക്ലോസ് ആയി അല്ലേ, ആപ്ലിക്കേഷൻ ക്ലോസ് ആയി. നമ്മൾ രണ്ടാമത് ഓപ്പൺ ചെയ്യും. അപ്പോൾ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഈ ക്ലോസിങ് ഡോക്യുമെൻറ്റും ക്ലോസിങ് റൈറ്റർ സോഫ്റ്റ്വെയർ നമ്മൾ വ്യത്യാസമുണ്ട്. ക്ലോസ് ചെയ്യണമെങ്കിൽ ഫയലിലെ ക്ലോസോ അല്ലെങ്കിൽ മെനു ബാറിലെ ക്ലോസ് ബട്ടണോ പ്രസ് ചെയ്യുക. അതല്ല ആപ്ലിക്കേഷൻ മൊത്തം ക്ലോസ് ചെയ്യണമെങ്കിൽ രണ്ട് രീതിയുള്ളത്. ഫയലിൽ എക്സിറ്റ് ലിബ്രെ ഓഫീസ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ കൺട്രോൾ ക്യൂ എന്ന് പ്രസ് ചെയ്താലും ക്ലോസ് ചെയ്യും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഡിറ്റിംഗ് ഓപ്പണിങ് ഡോക്യുമെൻറ്റ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച ഒരു ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യണം. 3 രീതി ചെയ്യാം. ഫയലിൽ ഓപ്പൺ എന്ന് പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡയലോഗ് ബോക്സ് വരും. അതിന് നമ്മൾ ഫയൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ ഓപ്പൺ ആവും. മറ്റു രീതി ഓപ്പൺ ബട്ടൺ ഉണ്ട്, ടൂൾ ബാറിൽ ഓപ്പൺ ബട്ടൺ ഉണ്ട്. മറ്റൊന്ന് കീബോർഡ് ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ കൺട്രോൾ O ആണ്. കൺട്രോൾ O പറഞ്ഞാൽ കൺട്രോൾ ഓപ്പൺ എന്ന് വിചാരിച്ചാൽ മതി. കൺട്രോൾ O. അതെങ്ങനെ ചെയ്യണം നോക്കാം. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. റൈറ്റർ ഓപ്പൺ ചെയ്യുന്നു. റൈറ്റർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫയലിൽ പോവുക, നമ്മൾ ഓപ്പൺ എന്ന് കൊടുക്കുക. അപ്പോൾ ഓപ്പൺ ഡയലോഗ് ബോക്സ് വരും. ഇതിനെയാണ് ഡയലോഗ് ബോക്സ് അറിയുക. ഇത് നമ്മൾ എവിടെയാണ് ഫയൽ, ഡെസ്ക്ടോപ്പിലുണ്ട്. എന്താ ഫയലിൻ്റെ പേര്? എവ്രിതിങ്. എന്താണ്? everything.odt. അപ്പോൾ everything.odt ഓപ്പൺ ചെയ്തു. പിന്നെ ആ ഫയൽ ഓപ്പൺ ആയിട്ട് വന്നു. ഈ രീതി ഓപ്പൺ ചെയ്യുക. ഇനി ഇത് ക്ലോസ് ചെയ്തിട്ട് മറ്റു രീതിയിലും ഇത് ക്ലോസ് ചെയ്തു മറ്റു രീതിയിലും ഓപ്പൺ ചെയ്യുക. അതെങ്ങനെയാണ്? ഷോർട്ട് കട്ട് മെത്തേഡ്. അതായത് നമ്മളിപ്പോൾ ഈ ആദ്യം സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് കിടക്കട്ടെ. ഇത് ഓപ്പൺ ചെയ്ത് വന്നു അല്ലേ. ഇനി എന്ത് ചെയ്യണം? ഇവിടെ നോക്ക്, നമ്മൾ സാധാരണ നേരത്തെ ചെയ്ത് എന്താണ്, ഫയലിൽ ഓപ്പൺ വെച്ചിട്ടാണ് ഇങ്ങനെ കൊടുത്തിട്ട് ഈ ഡയലോഗ് ബോക്സ് വന്നു അല്ലേ. എന്നിട്ട് ഫയൽ സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ കൊടുത്തു. ഇതിന് പകരം കീബോർഡ് ഷോർട്ട് കട്ട് ഉണ്ട്. എന്താണ് കീബോർഡ് ഷോർട്ട്? കൺട്രോൾ ഞാൻ പ്രസ് ചെയ്ത് ഇനി കീബോർഡിൽ O ബട്ടൺ പ്രസ് ചെയ്തു. ഇനി ഞാനിൻ്റെ എവ്രിതിങ് എന്നുള്ള ഫയൽ സെലക്ട് ചെയ്തു, ഓപ്പൺ എന്ന് കൊടുത്തു. അപ്പോൾ കൺട്രോൾ O എന്ന് കൊടുത്താലും ഈ ഓപ്പൺ ഡയലോഗ് ബോക്സ് വരും. ഫയലിൽ ഓപ്പൺ കൊടുത്താലും കൺട്രോൾ O എന്ന് കൊടുത്താലും ഈ ഓപ്പൺ ഡയലോഗ് ബോക്സ് വരും. ഫയൽ ഓപ്പൺ ആവും. ഓക്കെ, ഡൺ. ഇനി ഇതിനകത്ത് 3 കാര്യങ്ങൾ പറഞ്ഞു. ഇതിനകത്തൊരു ഓപ്പൺ ബട്ടണും കൂടി ഉണ്ട്. അത് ഇവിടെയാണ്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താലും ഈ സാധനം ഓപ്പൺ ചെയ്യും. കണ്ടോ ഇത് ഓപ്പൺ ചെയ്യും. ഏത് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ? ഈ ഓപ്പൺ ടൂൾ ബട്ടൺ ക്ലിക്ക് ചെയ്താലും ഈ സംഭവം ഓപ്പൺ ചെയ്ത് വരും. ഡൺ. നൗ ദാറ്റ്സ് ഡൺ. ഓപ്പണിങ് കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എഡിറ്റിംഗ് എന്നുള്ള സംഭവമാണ്. എഡിറ്റിംഗ് നോക്കാം. എഡിറ്റിംഗ് എന്തൊക്കെ ചെയ്യാം? എന്താണ് എഡിറ്റിംഗ്? മേക്കിംഗ് ചേഞ്ചസ് ഇൻ എ ഡോക്യുമെൻറ്റ് ഈസ് കോൾഡ് എഡിറ്റിംഗ്. ഡോക്യുമെൻറ്റിൽ വരുത്തുന്ന മാറ്റങ്ങൾക്കാണ് നമ്മൾ എഡിറ്റിംഗ് എന്ന് പറയുക. എന്തൊക്കെ ചെയ്യാം? പുതിയ ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യാം, ഓൾറെഡി ഉള്ള ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്യാം, ഒരു ടെക്സ്റ്റ് കട്ട് ചെയ്തിട്ട് വേറെ സ്ഥലത്തേക്ക് പേസ്റ്റ് ചെയ്യാം അല്ലേ, മറ്റൊരു ടെക്സ്റ്റ് കോപ്പി ചെയ്തിട്ട് വേറെ സ്ഥലത്തേക്ക് പേസ്റ്റ് ചെയ്യാം, ഒരു ടെക്സ്റ്റ് ഫൈൻഡ് ചെയ്യാം, ഒരു ഡോക്യുമെൻറ്റിൽ ഒരു പെർട്ടിക്കുലർ വേർഡ് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യാം, ഇനി ആ വേർഡിനെ മറ്റൊരു വേർഡ് കൊണ്ട് റീപ്ലേസ് ചെയ്യാം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യാം, എഡിറ്റിങ്ങിൽ ചെയ്യാൻ പറ്റും. കട്ട്, കോപ്പി, പേസ്റ്റ്, ഇൻസേർട്ട്, ഡിലീറ്റ്, ഫൈൻഡ്, റീപ്ലേസ്, ഇതൊക്കെ എഡിറ്റിങ്ങിൽ വരുന്നതാണ്. ഇനി ഈ എഡിറ്റ് ചെയ്യണമെങ്കിൽ ചില കീസ് നമുക്കറിയണം. ആ കീസിൽ പറയുന്ന പേരാണ് നാവിഗേഷൻ കീസ് യൂസ്ഡ് ഫോർ എഡിറ്റിങ്ങിന് യൂസ് ചെയ്യുന്ന നാവിഗേഷൻ കീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നാവിഗേഷൻ കീസ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. കുറേ ഏരോ കീസ് ഉണ്ട് അല്ലേ. കീബോർഡിൽ കുറേ ഏരോ കീസ് ഉണ്ട്. ലെഫ്റ്റ്, റൈറ്റ്, അപ്പ്, ഡൗൺ ഏരോ കീസ് ഉണ്ട്. ഹോം കീ ഉണ്ട്, എൻ കീ ഉണ്ട്, പേജ് അപ്പ് ഉണ്ട്, പേജ് ഡൗൺ ഉണ്ട്. കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ചില കാര്യങ്ങൾ ചെയ്യാം.
അപ്പോൾ ഈ നാവിഗേഷൻ കീസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നാവിഗേഷൻ കീസ് നമുക്ക് നോക്കാം. നാവിഗേഷൻ കീസ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യുമ്പോൾ നാവിഗേഷൻ കീ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുമ്പോൾ നാവിഗേഷൻ കീ ആരോ കീസാണ്. ആരോ കീ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, കീബോർഡിൽ കുറേ ആരോ കീസ് ഉണ്ട്. ഈ കാണുന്നതാണ് കീബോർഡിലെ ആരോ കീസ് അല്ലേ. ഇത് ലെഫ്റ്റ് ആരോ, റൈറ്റ് ആരോ, അപ്പ് ആരോ, ഡൗൺ ആരോ. ഇത് പ്രസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇത് പ്രസ് ചെയ്താൽ ഒരു ക്യാരക്ടർ ലെഫ്റ്റിലേക്ക് പോകും. കെർസർ നമ്മളെ കെർസറില്ല, ഒരു ക്യാരക്ടർ ലെഫ്റ്റിലേക്ക് പോകും. ഇത് പ്രസ് ചെയ്താൽ ഒരു ക്യാരക്ടർ റൈറ്റിലേക്ക് പോകും. ഇത് പ്രസ് ചെയ്താൽ ഒരു ലൈൻ ടോപ്പിലേക്ക് പോകും. ഇത് പ്രസ് ചെയ്താൽ ഒരു ലൈൻ ബോട്ടത്തിലേക്ക് പോകും. ഒരു ക്യാരക്ടർ ലെഫ്റ്റ്, ഒരു ക്യാരക്ടർ റൈറ്റ്, ഒരു ലൈൻ മുകളിലേക്ക്, ഒരു ലൈൻ താഴേക്ക്. അത് നോക്കാം നമ്മളിവിടെ ഞാനിവിടെ കെർസർ ഇവിടെ പ്ലേസ് ചെയ്ത് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് റൈറ്റ് ആരോ, ഏത് ആരോ ആണ്? ഈ ആരോ, റൈറ്റ് ആരോ പ്രസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ റൈറ്റ് ആരോ പ്രസ് ചെയ്യുക. അപ്പോൾ കണ്ടോ ഇങ്ങോട്ട് പോയി ഇങ്ങനെ ഓരോ ക്യാരക്ടർ. ഇനി ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്താൽ തിരിച്ച് ഇങ്ങനെ പോകും. ഓക്കെ, റൈറ്റ് ആരോ, ലെഫ്റ്റ് ആരോ, ഡൗൺ ആരോ, താഴേക്കുള്ള ആരോ. അപ്പോൾ അടുത്ത ലൈൻ താഴേക്കുള്ള ലൈനിലേക്ക് പോകും. ഇപ്പോൾ പോകുന്നത് ഈ ആരോ. ഇനി അപ്പ് ആരോ വെച്ചാൽ മുകളിലെ ലൈനിലേക്ക് പോകും, ഒരു ലൈന് മുകളിലേക്ക് പോകും. കണ്ടോ, അപ്പോൾ മുകളിലേക്ക് പോകുന്നു, ഡൗണിലേക്ക് പോകുന്നു, മുകളിലേക്ക് പോകുന്നു, ലെഫ്റ്റിലേക്ക്, റൈറ്റിലേക്ക്. സോ ഇതാണ് നാവിഗേഷൻ. നമ്മളിങ്ങനെ നീക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഈ ചെയ്യുന്ന പണിക്കാണ് എന്ത് പറയുന്നത് നാവിഗേഷൻ എന്ന് പറഞ്ഞാൽ. ഡോക്യുമെൻറ്റ് നാവിഗേറ്റ് ചെയ്യുക പറഞ്ഞാൽ ഇങ്ങനെ ഡോക്യുമെൻറ്റിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനെയാണ് ഡോക്യുമെൻറ്റ് നാവിഗേറ്റ് ചെയ്യുക. നാവിഗേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 4 ആരോ കീസ് നമ്മൾ പഠിച്ചു. ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ബോട്ടം അല്ലേ. മറ്റൊന്നാണ് പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഹോം കീ, എൻ കീ. ഈ ഹോം കീ, എൻ കീ എന്താ നിങ്ങൾക്ക് അറിയാം. കീബോർഡിൽ ഇങ്ങനെ കുറേ കീസ് ഉണ്ട് അല്ലേ. ഹോം, എൻഡ്, പേജ് അപ്പ്, പേജ് ഡൗൺ, ഡിലീറ്റ്, ഇൻസേർട്ട്. ഇത് ഏകദേശം അടുത്തടുത്ത് വരുന്ന കീസാണ് ചില കീബോർഡിൻ്റെ ലേഔട്ടിനനുസരിച്ച് ചെറിയ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ഈ ഹോം കീ പ്രസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഹോം കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ കെർസർ വെച്ചല്ലോ, ഇവിടെ ഏകദേശം സെൻറ്ററിൽ ഈ പ്രൊഡക്ഷൻ എന്നുള്ളതിൻ്റെ അടുത്ത് റൈറ്റ് സൈഡിൽ ഞാൻ കെർസർ വെച്ചത് ഇവിടെ വെച്ചു. ഇനി ഞാൻ ഹോം കീ പ്രസ് ചെയ്ത് അപ്പോൾ ഇവിടെ എത്തി, ഈ തുടക്കത്തിലെത്തി. അപ്പോൾ ഹോം കീ പ്രസ് ചെയ്താൽ നമ്മൾ ഏത് ലൈനിലാണുള്ളത് ആ ലൈനിൻ്റെ തുടക്കത്തിലേക്ക് പോകും. കെർസർ ആ ലൈനിൻ്റെ തുടക്കത്തിലേക്ക് പോകും. അതുപോലെ ഞാനിപ്പോൾ ഈ കെർസർ ഇവിടെയുള്ളത്, ഇവിടെ ഈ അൺബയാസിൻ്റെ അടുത്ത കെർസറില്ല. എന്നിട്ട് ഞാൻ എൻഡ് എന്നുള്ള കീ, ഏത് കീയാണ്? ഈ എൻഡ് കീ പ്രസ് ചെയ്താൽ ഉടനെ എന്ത് ചെയ്യുന്നു നോക്കുക, ഇവിടെ ആ ലൈനിലെ അവസാനത്തേക്ക് എത്തും, ഈ ലൈനിൻ്റെ അവസാനത്തേക്ക് എത്തും. അപ്പോൾ ഹോം കീ പ്രസ് ചെയ്താൽ ഒരു ലൈനിലെ തുടക്കത്തിലേക്ക് പോകും, എൻ കീ പ്രസ് ചെയ്താൽ ഒരു ലൈനിൻ്റെ അവസാനത്തേക്ക് പോകും. ഇനി പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് പഠിക്കാനുള്ളതാണ് പേജ് അപ്പ്, പേജ് ഡൗൺ. എന്താണ് പേജ് അപ്പ്? ടു പ്ലേസ് കെർസർ ടു പ്രീവിയസ് പേജ്. തൊട്ട് മുന്നത്തെ പേജിലേക്ക് പോകാൻ പേജ് അപ്പ് യൂസ് ചെയ്യുന്നത്. ടു പേജ് ഡൗൺ, ടു പ്ലേസ് ദ കെർസർ ടു ദ നെക്സ്റ്റ് പേജ്, തൊട്ട് താഴെയുള്ള പേജിലേക്ക് പോകാൻ. ശരിക്കും തൊട്ട് മുകളിലെ പേജും തൊട്ട് താഴെയുള്ള പേജിലേക്കുമല്ല പോവുക. ഒരു സ്ക്രീൻ അപ്പും ഒരു സ്ക്രീൻ ഡൗണും പോകും. ഒരു ഫുൾ സ്ക്രീൻ അപ്പും ഒരു ഫുൾ സ്ക്രീൻ ഡൗണും എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന വിൻഡോ അല്ലേ, അത് പിന്നെ പേജ് അപ്പ് കൊടുത്താൽ അതിൻ്റെ തൊട്ട് മുകളിലുള്ള വിൻഡോയിലേക്ക് പോകും, തൊട്ട് മുകളിലെ കണ്ടൻറ്റിലേക്ക് പോകും. ഇപ്പോൾ കാണുന്നത് താഴോട്ട് പോയിട്ട് അതിൻ്റെ തൊട്ട് മുകളിൽ കാണും. അത് പേജ് ഡൗൺ കൊടുത്താൽ ഇപ്പോൾ ഉള്ളത് തൊട്ട് മുകളിലേക്ക് പോയിട്ട് അതിൻ്റെ താഴെയുള്ളത് കാണും. ഒരു പേജ് ആവണം നിർബന്ധമല്ല, ഒരു ഫുൾ സ്ക്രീൻ അപ്പും ഫുൾ സ്ക്രീൻ ഡൗണാണ്. അപ്പോൾ പേജ് അപ്പ് എന്ന് പറഞ്ഞാൽ ടു പ്ലേസ് ദ കെർസർ ടു ദ പ്രീവിയസ് പേജ് നമുക്ക് പറയുകയാണെങ്കിലും ടു മൂവ് ദ പേജ്, ടു മൂവ് എ ഫുൾ സ്ക്രീൻ അപ്പ് എന്നും അതുപോലെ ടു മൂവ് എ ഫുൾ സ്ക്രീൻ അപ്പ് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ശരി. അതുപോലെ പേജ് ഡൗൺ എന്ന് പറഞ്ഞാൽ ടു മൂവ് എ ഫുൾ സ്ക്രീൻ ഡൗൺ എന്ന് പറയുന്നത് ശരി. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഏത് കീ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഹോം കീ, ഹോം അല്ല, പേജ് അപ്പ്, പേജ് ഡൗൺ കീ. ഞാൻ ആദ്യം പേജ് അപ്പ് പിന്നെ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ പേജ് അപ്പ് അല്ല, ഇപ്പോൾ ഞാൻ പേജ് ഡൗൺ യൂസ് ചെയ്യും. പേജ് ഡൗൺ പ്രസ് ചെയ്തു. കണ്ടോ, ഇതിൻ്റെ ഇപ്പോൾ ഇതുവരെ കണ്ടിൻ്റെ തൊട്ട് താഴെ കണ്ടൻറ്റ് കണ്ടോ, തൊട്ട് താഴെ കണ്ടു. ഒരു പേജ് അല്ല, ഒരു ഫുൾ സ്ക്രീന് മാറി വരും. ഒരു ഫുൾ സ്ക്രീൻ തൊട്ട് താഴെ പേജിലേക്ക് ശരിക്കും പോകണില്ല, ഒരു ഫുൾ സ്ക്രീൻ താഴെ. ഇനി പേജ് അപ്പ് പ്രസ് ചെയ്യണം. പേജ് അപ്പ് പ്രസ് ചെയ്താൽ ഒരു ഫുൾ സ്ക്രീൻ അപ്പിലേക്ക് വരും. പേജ് ഡൗൺ, പേജ് ഡൗൺ, പേജ് അപ്പ്. അപ്പോൾ ലൈൻ ബൈ ലൈനില്ല, ഒരു ഫുൾ സ്ക്രീൻ അപ്പ്, ഒരു ഫുൾ സ്ക്രീൻ ലൈനും അല്ല, ഫുൾ സ്ക്രീൻ അപ്പും ഒരു ഫുൾ സ്ക്രീൻ ഡൗണും പോകുന്നുള്ളതാണ് പേജ് അപ്പ്, പേജ് ഡൗൺ. ഓക്കെ, ദാറ്റ് ഇസ് ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു. ഇനി എന്താ കൺട്രോൾ പ്ലസ് ഏരോ എന്നുള്ള കീ. അതായത് നമ്മൾ പറഞ്ഞല്ലോ ഏരോ കീസ്, നമ്മൾ പറഞ്ഞല്ലോ ഈ ഏരോ കീസ് കൺട്രോളും കൂടി പ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്കറിയാം കൺട്രോള് ലെഫ്റ്റ് ആരോ വെറുതെ ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്താൽ ഒരു ക്യാരക്ടർ ലെഫ്റ്റ് പോകും, വെറുതെ റൈറ്റ് ആരോ പ്രസ് ചെയ്താൽ ഒരു ക്യാരക്ടർ റൈറ്റിലേക്ക് പോകും. പക്ഷേ കൺട്രോൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക നോക്കാം. കൺട്രോൾ ആരോ പ്രസ് ചെയ്താൽ കൺട്രോളിൻ്റെ കൂടെ റൈറ്റ് ആരോ ലെഫ്റ്റ് ആരോ ഉപയോഗിച്ച് എന്ത് സംഭവിക്കും? അപ്പോൾ ഞാനിവിടെ അൺബയാസ്ഡ് എന്നുള്ള ഈ വീടിൻ്റെ അടുത്താണ്. ഞാൻ കൺട്രോൾ പ്രസ് ചെയ്തു.
ആരോ കീ പ്രസ് ചെയ്ത് ഇപ്പം അടുത്ത വേർഡിലേക്ക് പോകും. കണ്ടോ, അടുത്ത വേർഡിലേക്ക് ഇപ്പോൾ ഇവിടുത്തെ ആൻഡിൻ്റെ അടുത്തെത്തി, ഇപ്പോൾ ഇവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടിൻ്റെ അടുത്തെത്തി, ഇപ്പോൾ ഇവിടുത്തെ ഓഫ് റിപ്പോർട്ട്സിൻ്റെ അടുത്തെത്തി. ഒരു വേർഡ് നെക്സ്റ്റ് പോകും, കൺട്രോൾ റൈറ്റ് ആരോ. അതുപോലെ കൺട്രോൾ ലെഫ്റ്റ് ആരോ വെച്ചാൽ ഒരു വേർഡ് ലെഫ്റ്റിലേക്ക്, ഒരു വേർഡ് മൊത്തം. നേരത്തെ സിംഗിൾ ക്യാരക്ടറാണ്, കൺട്രോൾ ഇല്ലെങ്കിൽ സിംഗിൾ ക്യാരക്ടർ, കൺട്രോൾ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് വേർഡായിട്ട് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് പോകും. ദാറ്റ്സ് ഇറ്റ്. ഇനി ഇതിനകത്തുള്ളത് കൺട്രോൾ ഹോമും കൺട്രോൾ എൻഡും. ഹോം എന്തിനാ നമുക്കറിയാം, ഹോം കീ മാത്രം പ്രസ് ചെയ്താൽ ആ ലൈനിൻ്റെ ബിഗിനിങ് പോകും, എൻ കീ മാത്രം പ്രസ് ചെയ്താൽ ആ ലൈനിൻ്റെ ലാസ്റ്റിലേക്ക് പോകും. പക്ഷേ കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ട് ഹോം ഒരുമിച്ച് പ്രസ് ചെയ്താൽ, കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ട് പിന്നെ ഹോം കീ പ്രസ് ചെയ്താൽ ഈ കൺട്രോൾ കീൻ്റെ കൂടെ ഈ ഹോം കീ കൂടെ പ്രസ് ചെയ്താൽ എന്താ സംഭവിക്കുക, ഡോക്യുമെൻറ്റ് ഇപ്പോൾ 100 പേജ് ഉണ്ട് വിചാരിക്കുക, എന്നാൽ ആദ്യത്തെ പേജിൻ്റെ ബിഗിനിങ് പോകും നിൽക്കും. പിന്നെ കൺട്രോൾ ഹോം ഏറ്റവും തുടക്കത്തിൽ, കൺട്രോൾ എൻഡ് അടിച്ചാൽ പേജിൻ്റെ ഡോക്യുമെൻറ്റിൻ്റെ ലാസ്റ്റ് പേജിലെ ലാസ്റ്റ് ലൈനിൽ പോയിക്കും. കണ്ടോ, കൺട്രോൾ ഹോം അടിച്ചാൽ ഡോക്യുമെൻറ്റിൻ്റെ ഫസ്റ്റ് പേജിലെ ഫസ്റ്റ് ലൈനിൽ പോയിക്കും. കൺട്രോൾ ഹോം അടിക്കുകയാണ് കൺട്രോൾ ഹോം, കൺട്രോൾ ആൻഡ് കൺട്രോൾ ഹോം. ഓക്കെ, ഡൺ. സോ ദാറ്റ്സ് ഡൺ. അതും ഓക്കെ ആണല്ലോ. ഇനി അപ്പോൾ നമ്മൾ നാവിഗേഷൻ കീസ് ഡിസ്കസ് ചെയ്തു അല്ലേ, നാവിഗേഷൻ കീസ്. ഇനി പിന്നെ എഡിറ്റിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഇൻസേർട്ട് ഓവർറൈറ്റ് മോഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇൻസേർട്ട് മോഡ്, ഓവർറൈറ്റ് മോഡ്. എന്താണ് ഇൻസേർട്ട് മോഡ്? insert mode text can be inserted in insert mode text can be inserted in between existing text. പിന്നെ overwrite mode, in overwrite mode text will be overwritten where the cursor is placed. അത് ഞാൻ എന്താണെന്ന് പറയാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിതിൻ്റെ സൈസ് ഒന്ന് കൂട്ടുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട്. മേക്ക് ഇറ്റ് 18. ഓക്കെ, ഞാൻ ഫസ്റ്റ് പേജ് പോകുന്നു. ഞാൻ ഇവിടെ കെർസർ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട് അല്ലേ, കാണുന്നുണ്ടല്ലോ കെർസർ. ഞാൻ ഇവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ ഇതിൻ്റെ ഇടയ്ക്ക് വരും. ഞാനിതിനകത്ത് ഹായ് എന്ന് ടൈപ്പ് ചെയ്താൽ അവിടെ ഹായ് അതിൽ ഇൻസേർട്ട് ചെയ്യും. ഞാൻ ഇവിടെ ബ്രോ എന്ന് ടൈപ്പ് ചെയ്താൽ അപ്പോൾ ബ്രോ ഇതിനകത്ത് വരും. പഴയതിനൊന്നും മറ്റൊക്കെ രണ്ട് സൈഡിലേക്ക് നീങ്ങും അല്ലേ, ഇൻസേർട്ടാകും. ആ പുതിയ വേർഡ് അവിടെ ഇൻസേർട്ടായിട്ട് വരും. ഇത് പിന്നെ സാധാരണ രീതിയിൽ ഇങ്ങനെയാണ്. പക്ഷേ കീബോർഡിനകത്ത് ഒരു പിന്നെ കീ ഉണ്ട്, അതിൻ്റെ പേരാണ് ഇൻസേർട്ട് കീ. ഈ കീ ഉണ്ടല്ലോ ഇൻസേർട്ട് കീ, ഈ ഇൻസേർട്ട് കീ പിന്നെ ഒരു പ്രാവശ്യം പ്രസ് ചെയ്താൽ ഓവർറൈറ്റ് മോഡാവും, അടുത്ത പ്രാവശ്യം പ്രസ് ചെയ്താൽ ഇൻസേർട്ട് മോഡാവും, വീണ്ടും പ്രസ് ചെയ്താൽ ഓവർറൈറ്റ് മോഡാവും. അങ്ങനെയുള്ള ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ അടുത്ത സ്റ്റേറ്റിലേക്ക് പോകുന്നതിനാണ് ടോഗിൾ കീസ് എന്ന് പറയുക, ടോഗിൾ കീ. അപ്പോൾ ഇൻസേർട്ട് കീൻ്റെ പ്രത്യേകത അതാണ്. ഇനിയിപ്പോൾ ഞാൻ നോക്കിക്കോ, ഞാനിവിടെ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരികയുള്ളൂ. ഉദാഹരണമായിട്ട് ഞാൻ ബ്രോ എന്നുള്ളതിൻ്റെ അടുത്ത് ഞാൻ ഹായ് എന്ന് ടൈപ്പ് ചെയ്ത് ഹായ്, അപ്പോൾ ഹായ് ബ്രോ എന്ന് വന്നു അല്ലേ, ബ്രോക്കൊന്നും പറ്റിയില്ല. മറിച്ച് ഞാൻ പിന്നെ ഇൻസേർട്ട് കീ പ്രസ് ചെയ്യുകയാണ്, കീബോർഡിലെ ഇൻസേർട്ട് കീ പ്രസ് ചെയ്ത് ഉടനെ തന്നെ കെർസറിൻ്റെ സ്വഭാവം മാറി. ഇനി ഞാൻ ഹായ് എന്ന് കൊടുത്താൽ ആ ബ്രോ ഓവർറൈറ്റ് ചെയ്ത് ഹായ് എന്ന് മാത്രം വന്നു. മനസ്സിലായല്ലോ? ഒന്നുകൂടെ പറയാം. ഇതാ ഇങ്ങനെയാണ്. ഞാൻ വീണ്ടും എന്തിലേക്ക് പോവാണ്, ഇൻസേർട്ട് മോഡിലേക്ക് പോയി. ഇൻസേർട്ട് മോഡ് ഞാൻ ഹായ് പ്രസ് ചെയ്ത്, അപ്പോൾ ഹായിൻ്റെ അടുത്തുള്ള ബ്രോ അവിടെ ഉണ്ട് അല്ലേ, ബ്രോ അവിടെ ഉണ്ട്. പക്ഷേ ഞാൻ അതിന് പകരം ഇൻസേർട്ട് മോഡിൽ നിന്ന് ഓവർറൈറ്റ് മോഡിലേക്ക് പോയി. എന്നിട്ട് ഞാൻ ഹായ് എന്ന് ടൈപ്പ് ചെയ്ത്, അപ്പോൾ ബ്രോ എന്ന് പോയിട്ട് ഹായ് എന്ന് വന്നു. ഇപ്പോൾ കാണുന്നത് ഓവർറൈറ്റ് മോഡാണ്, നേരത്തെ കൊടുത്തിരിക്കുന്നത് ഇൻസേർട്ട് മോഡാണ്. അപ്പോൾ ഉള്ള ടെക്സ്റ്റിനൊന്നും സംഭവിക്കില്ല, അതിൻ്റെ ഇടയിൽ പുതിയ ടെക്സ്റ്റ് ഇൻസേർട്ട് ആവും. പക്ഷേ ഓവർറൈറ്റ് മോഡ് ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, എവിടെയാണോ ടൈപ്പ് ചെയ്യണത് അവിടെ ഉള്ള കണ്ടൻറ്റ് പോയിട്ട് അതിൻ്റെ മുകളിൽ പുതിയ കണ്ടൻറ്റ് വരും. ഇതിനാണ് നമ്മൾ എന്ത് പറയുക, പിന്നെ ഓവർറൈറ്റ് മോഡ്, ഇൻസേർട്ട് മോഡ് എന്ന് പറയാം. ഏത് കീ യൂസ് ചെയ്താൽ ചെയ്യുക, ഈ ഇൻസേർട്ട് കീ. ഡീഫാൾട്ട് ബിഹേവിയർ, നമ്മുടെ റൈറ്ററിൻ്റെ ഡീഫാൾട്ട് ബിഹേവിയർ തുടക്കത്തിൽ ഇൻസേർട്ട് മോഡായിരിക്കും. എന്ത് ടൈപ്പ് ചെയ്താലും അവിടെ ഉള്ളുണ്ടാവും, അതിൻ്റെ അടിയിൽ പുതിയ കണ്ടൻറ്റ് ഇൻസേർട്ട് ആവുക ചെയ്യും. പക്ഷേ ഇൻസേർട്ട് കീ ഒരു പ്രാവശ്യം പ്രസ് ചെയ്താൽ ഉടനെ അതിന് എന്താവും, പിന്നെ എന്ത് മോഡിലേക്ക് വരും, നമ്മുടെ വാട്ട് യു കോൾ ഓവർറൈറ്റ് മോഡിലേക്ക് വരും. പിന്നെ ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും ടൈപ്പിനെടുത്ത് എന്തുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൂടെയാണ് റൈറ്റ് ചെയ്യുക. വീണ്ടും ഇത് പ്രസ് ചെയ്താൽ വീണ്ടും ഇൻസേർട്ട് മോഡ് പോകും, വീണ്ടും പ്രസ് ചെയ്താൽ ഓവർറൈറ്റ് മോഡിലേക്ക് പോകും. സോ അങ്ങനെയുള്ള കീസിനാണ് നമ്മൾ ടോഗിൾ കീസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ അഗെയിൻ ഐ വിൽ കം ബാക്ക് ടു കണ്ടൻറ്റ്. അപ്പോൾ ഇൻ ഇൻസേർട്ട് മോഡ് ടെക്സ്റ്റ് ക്യാൻ ബി ഇൻസേർട്ടഡ് ബിറ്റ്വീൻ എക്സിസ്റ്റിംഗ് ടെക്സ്റ്റ്. ഇൻസേർട്ട് മോഡിൽ ഓൾറെഡി ഉള്ള ടെക്സ്റ്റിൻ്റെ ഇടയിൽ പുതിയ ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യാം. ഇൻ ഓവർറൈറ്റ് മോഡിലോ ടെക്സ്റ്റ് വിൽ ബി ഓവർ റിട്ടൺ വേർ കർസർ ഈസ് പ്ലേസ്ഡ്. ഓവർറൈറ്റ് മോഡിലാണെങ്കിൽ ഓൾറെഡി ഉള്ളതിൻ്റെ മുകളിൽ ഓവർറൈറ്റ് ചെയ്യും, ഓൾറെഡി ഉള്ളതിൻ്റെ മുകളിലൂടെ എഴുതി വരും, അപ്പോൾ പഴയത് നഷ്ടപ്പെടും. ബൈ ഡീഫാൾട്ട് റൈറ്റർ ഡോക്യുമെൻ്റ് ഈസ് ഇൻ ഇൻസേർട്ട് മോഡ്. ഡീഫാൾട്ട് ബിഹേവിയർ, റൈറ്ററിൻ്റെ ഡീഫാൾട്ട് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഈ ഇൻസേർട്ട് മോഡാണ്. ഓക്കെ, ഇൻസേർട്ട് കീ ഈസ് യൂസ്ഡ്
ക്യാൻ ബി യൂസ്ഡ് ടു സ്വിച്ച് ബിറ്റ്വീൻ ഇൻസേർട്ട് മോഡ് ആൻഡ് ഓവർറൈറ്റ് മോഡ്. ഇൻസേർട്ട് മോഡിനും ഓവർറൈറ്റ് മോഡിനും ഇടയ്ക്ക് പോകാനുള്ള കീ ഏതാണെന്ന് ചോദിച്ചാൽ ഏത് കീ യൂസ് ചെയ്താൽ നമ്മൾ ചെയ്യുക? ഇദ്ദേഹം ഉപയോഗിച്ചാൽ ഈ ഇൻസേർട്ട് കീ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുക. ഓക്കെ, ഇനി ഇറ്റ് ഈസ് എ ടോഗിൾ കീ. അതിൻ്റെ സ്വഭാവം മാറും. ഒരു പ്രാവശ്യം പ്രസ് ചെയ്താൽ ഇൻസേർട്ട് ആവും, അടുത്ത പ്രാവശ്യം പ്രസ് ചെയ്താൽ ഓവർറൈറ്റ് ആവും. അങ്ങനെയുള്ള ബിഹേവിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ പറയുന്ന പിന്നെ ടോഗിൾ കീസ് എന്ന് പറയും. ഓക്കെ, ഇനി അൺഡു റീഡു ഓപ്പറേഷൻ ഉണ്ട്. അൺഡു റീഡു ഓപ്പറേഷൻ, അൺഡു എന്ന് പറഞ്ഞാൽ ടു ക്യാൻസൽ ദ മോസ്റ്റ് റീസെൻ്റ് ആക്ഷൻ. ഏറ്റവും അവസാനം നമ്മൾ ചെയ്ത ആക്ഷൻ നമുക്ക് വേണ്ടെന്ന് വിചാരിക്കുക, അപ്പോൾ അൺഡു ചെയ്യാൻ പറ്റും. ഉദാഹരണമായിട്ട് ഞാൻ ഇവിടെ ഈ ബ്രോ എന്നുള്ളതിൻ്റെ കളർ ഞാൻ ബോൾഡാക്കി. ഇപ്പോൾ ബോൾഡാക്കിയല്ലോ, അതിനെ ഞാൻ ബോൾഡാക്കി. ഇനി എനിക്കിത് വേണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? എഡിറ്റിൽ പോയിട്ട് അൺഡു എന്ന് കൊടുത്താൽ മതി. അൺഡു, അപ്പോൾ എന്തായി? പഴയ പോലെ തന്നെ. ഇപ്പോൾ പ്രൊഡക്ഷൻ എന്നുള്ള ഇതിന് ഞാൻ കളർ മാറ്റി. അപ്പോൾ കളർ മാറി. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുക വേണ്ട എന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ മതി? എഡിറ്റ് പോയിട്ട് എന്ത് ചെയ്യുക? അൺഡു. അങ്ങനെ ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ട് കീ ഉണ്ട്. അങ്ങനെ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീക്ക് പറയുന്ന പേരാണ് അൺഡു. ചെയ്യാൻ രണ്ട് രീതി ചെയ്യാം. എഡിറ്റിൽ അൺഡു എന്നുള്ള മെനു വഴി ചെയ്യാം. കീബോർഡ് ഷോർട്ട് കട്ട് Ctrl+Z ചെയ്താലും അൺഡു. അപ്പോൾ ഇപ്പോൾ ഇത് റെഡ് കളർ ആയല്ലോ, എനിക്കത് വേണ്ട. ഞാൻ എന്ത് ചെയ്യുക? കീബോർഡിലെ കൺട്രോൾ പ്രസ് ചെയ്ത് ഇനി Z പ്രസ് ചെയ്യാണ്. Z പ്രസ് ചെയ്ത് ഉടനെ എന്തായി? പഴയ പോലെ ബ്ലാക്ക് തന്നെ. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ചെയ്തതിനെ ക്യാൻസൽ ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? പിന്നെ അൺഡു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ റീഡു എന്ന് പറഞ്ഞ സംഭവം എന്തിനാണ് യൂസ് ചെയ്യുന്നത്? റീഡു എന്തിന്? ടു റിട്രീവ് ആൻ ആക്ഷൻ ക്യാൻസൽഡ് ബൈ അൺഡു. നമ്മൾ അൺഡു ചെയ്ത് ഒഴിവാക്കിയില്ല, ഒരു കാര്യം ചെയ്തു, പിന്നെ നമ്മൾ വേണ്ടെന്ന് വെച്ചു, പിന്നെ നമുക്ക് തോന്നുക അല്ല അത് തിരിച്ചെടുക്കുക നല്ലത്, റിട്രീവ് ചെയ്യുക. ക്യാൻസൽ ചെയ്ത സംഭവം അൺഡു ഉപയോഗിച്ച് ക്യാൻസൽ ചെയ്തതിനെ തിരിച്ചെടുക്കാനാണ് റീഡ് ഉപയോഗിക്കുക. ഉദാഹരണമായിട്ട് ഞാൻ ഈ പ്രൊഡക്ഷന് എന്നുള്ള വീടിന് റെഡ് കൊടുത്തിരുന്നു, പിന്നെ അൺഡു ചെയ്തു, വേണ്ടെന്ന് വെച്ചു, എനിക്ക് ഇപ്പോൾ തിരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ മതി? എഡിറ്റ് പോയിട്ട് റീഡു എന്ന് കൊടുത്താൽ മതി. റീഡു കണ്ടോ? ഇനി എനിക്കിതിനെ വീണ്ടും അൺഡു ചെയ്യണമെങ്കിൽ Ctrl+Z. ഇനി തിരിച്ചെടുക്കണമെങ്കിൽ ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ. നമ്മൾ രണ്ട് രീതിയിൽ റീഡു ചെയ്യുക. ഒന്നെന്താ? എഡിറ്റിലെ റീഡു വെച്ചിട്ട് ചെയ്യാം, എഡിറ്റിലെ റീഡു. അതല്ലെങ്കിൽ Ctrl+Y വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് എനിക്ക് തിരിച്ചെടുക്കാം. ഞാൻ അൺഡു ചെയ്തു, Ctrl+Z അടിച്ച് അൺഡു ചെയ്തു. എനിക്ക് എന്നെ തിരിച്ചെടുക്കാം, ഞാൻ Ctrl+Y അടിക്കുകയാണ്. കണ്ടോ? ആ കളർ തിരിച്ചു വന്നു. അപ്പോൾ അൺഡു വെച്ച് ക്യാൻസൽ ചെയ്ത സാധനത്തിനെ തിരിച്ചെടുക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റീഡു ചെയ്യുന്നത്. റീഡു രണ്ട് രീതി ചെയ്യാം. ഒന്ന് എഡിറ്റ് മെനുവിൽ പോയിട്ട് എന്ത് ചെയ്യാം? റീഡു എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കുക, റീഡു. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? അല്ലെങ്കിൽ ഷോർട്ട് കട്ട് കീസായ Ctrl+Y എന്നാണ്, Ctrl+Y ഉപയോഗിച്ചും ചെയ്യാം. സോ അൺഡു റീഡു ഇസ് ഡൺ, റൈറ്റ്? ഇനി മറ്റൊന്ന് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. രണ്ട് രീതി നമുക്ക് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ഒന്ന് മൗസ് ഉപയോഗിച്ച് റൈറ്ററിലെ ടെക്സ്റ്റ് കണ്ടൻറ്റ് നമുക്ക് രണ്ട് രീതി സെലക്ട് ചെയ്യുക. ഒന്ന് മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യുക, ഒന്ന് കീബോർഡ് ഉപയോഗിച്ച് ചെയ്യുക. മൗസ് ഉപയോഗിച്ച് എങ്ങനെയാണ്? ഹോൾഡ് ഡൗൺ ആൻഡ് ഡ്രാഗ് മൗസ് ബട്ടൺ ഓൺ ദ ടെക്സ്റ്റ്. മൗസ് ബട്ടൺ പ്രസ് ചെയ്ത് ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമ്മൾ അല്ലെങ്കിൽ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ ടെക്സ്റ്റ് സെലക്ട് ആവും. ഉദാഹരണമായിട്ട് ഞാനിതവിടെ മൗസ് ബട്ടൺ പ്രസ് ചെയ്തു, ഞാൻ മൗസ് ഡ്രാഗ് ചെയ്യുക, അപ്പോൾ ഇങ്ങനെ ടെക്സ്റ്റ് സെലക്ട് ആവും. ഇതിനെ ഇങ്ങനെ സെലക്ട് ആക്കണത് നമുക്ക് എന്തെങ്കിലും ഫോർമാറ്റ് അപ്ലൈ ചെയ്യാം. സെലക്ട് ചെയ്ത് ഇതിൻ്റെ കളർ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് മാറ്റാം, അല്ലേ? വേണ്ടെങ്കിൽ Ctrl+Z അടിച്ചാൽ മതി. അപ്പോൾ എങ്ങനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ട് രീതി. ഒന്ന് മൗസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. മറ്റൊരു ഓപ്ഷൻ വെറുതെ കർസർ ഇവിടെ വെക്കുക. കീബോർഡ് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യുക? ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക, ആരോ കീ പ്രസ് ചെയ്യുക. കണ്ടോ? റൈറ്റ് ആരോ കീ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ എനിക്ക് ഇവിടുന്ന് ഈ ആദ്യം മുതൽ അവസാനം വരെ സെലക്ട് ചെയ്യണം. എന്ത് ചെയ്യുക? കർസർ ഇവിടെ വെച്ച് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് എൻഡ് കീ ഇല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ എൻഡ് കീ, നേരത്തെ പറഞ്ഞ എൻഡ് കീ, ഹോം എൻഡ് രണ്ട് കീ ഇല്ലേ, എൻഡ് കീ പ്രസ് ചെയ്ത് അവസാനം വരെ സെലക്ട് ആവും. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് എൻഡ് കീ പ്രസ് ചെയ്ത് അവസാനം. ഇനി അതല്ല, ഞാൻ ഇവിടുന്ന് ഞാൻ കർസർ ഇവിടെ വെച്ച്, ഇവിടെയാണ് കർസർ, എനിക്ക് ഇവിടെ ഈ എൻഡ് വരെ സെലക്ട് ആണ്. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഞാൻ ഹോം പ്രസ് ചെയ്താൽ മതി. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഹോം പ്രസ് ചെയ്താലും മൊത്തം സെലക്ട് ആവും. അപ്പോൾ ടെക്സ്റ്റ് രണ്ട് രീതി സെലക്ട് ചെയ്യാം. മൗസ് കൊണ്ട് മൗസ് ഡൗൺ ചെയ്ത് ഡ്രാഗ് ചെയ്തും സെലക്ട് ചെയ്യാം. മറ്റൊന്ന് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് കീബോർഡിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് ഏരോ കീയോ ഹോം കീയോ എൻഡ് കീയോ ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക? ടെക്സ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്യുക. ഇങ്ങനെ ടെക്സ്റ്റിനെ ഇങ്ങനെ ഇതിനെയാണ് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഈ കാണുന്നത് സെലക്ട് ചെയ്ത ടെക്സ്റ്റിൽ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പിന്നെ ഫോർമാറ്റൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യം ടെക്സ്റ്റ് സെലക്ട് ചെയ്യണം. എങ്ങനെ ചെയ്യാം? മൗസ് ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? കീബോർഡ് ഉപയോഗിച്ച് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് പിന്നെ ഇപ്പോൾ നമ്മൾ കുറേശ്ശെ സെലക്ട് ചെയ്യുന്ന കാര്യമില്ല പറഞ്ഞത്. മൗസ് ഉപയോഗിച്ചും കീബോർഡ് വെച്ച് മൊത്തം ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇതൊരു 100 പേജ് ഉണ്ട്, 100 പേജ് സെലക്ട് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഒരേ കളർ അപ്ലൈ ചെയ്യണം. എന്ത് ചെയ്താൽ മതി? എഡിറ്റിൽ പോയിട്ട് എന്ത് ചെയ്യുക? എഡിറ്റിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക?
സെലക്ട് ഓൾ കൊടുക്കുക. സെലക്ട് ഓൾ കൊടുക്കുക. അപ്പോൾ മൊത്തം എല്ലാ പേജും സെലക്ട് ആവും. ഇപ്പോൾ എന്ത് ചെയ്യും? എല്ലാ പേജും സെലക്ട് ആവും. കൺട്രോൾ എ എന്ന് കൊടുക്കുക. എന്ത് കൊടുക്കാം? എന്താണ്? രണ്ട് രീതിയിൽ ചെയ്യുക. ഒന്ന് സെലക്ട് ആൾ കൊടുക്കാം, അല്ലെങ്കിൽ കൺട്രോൾ എ കൊടുക്കാം. സെലക്ട് ആൾ അല്ലെങ്കിൽ കൺട്രോൾ എ. അപ്പോൾ നമ്മൾ എങ്ങനെ കൊടുക്കുക? അപ്പോൾ ഞാൻ സെലക്ട് ആൾ കൊടുത്തിട്ടോ, വേണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ കൺട്രോൾ എ പ്രസ് ചെയ്യുകയാണ്. മൊത്തം ഇപ്പോൾ 100 പേജുണ്ട്, 100ഉം ഇത് സെലക്ട് ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഇതിൻ്റെ കളർ മാറ്റണം. നിങ്ങൾക്ക് ഇതിൻ്റെ മൊത്തം കളറ് ഈ പർപ്പിൾ കളർ ആക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ മൊത്തം കണ്ടൻറ്റ് പർപ്പിൾ കളറായി. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? കൺട്രോൾ Z അടിച്ചാൽ മതി അല്ലേ? അപ്പോൾ പഴയ കളറിലേക്ക് തന്നെ വരും. ഇതാണ് പഴയ കളർ കേട്ടോ. സ്റ്റാർട്ടിങ് ഓരോ പേജിലും ഓരോ കളർ ഞാൻ നേരത്തെ ഇട്ട് വെച്ചതാണ്, പേജ് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ മൊത്തം സെലക്ട് ചെയ്യാൻ കൺട്രോൾ ആയി, അല്ലെങ്കിൽ ഫയലിൽ സെലക്ട് ആവും. ഇനി പിന്നെ കളർ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യുക? കളർ മാറ്റാം. ഇനി കളർ വേണ്ട, പഴയ പോലെ ആണെങ്കിൽ കൺട്രോൾ Z അൺഡു ചെയ്യാം. ഓക്കെ. സോ മൊത്തം ടെക്സ്റ്റ് സെലക്ട് ചെയ്യാൻ എഡിറ്റിൽ സെലക്ട് ആൾ അല്ലെങ്കിൽ കൺട്രോൾ എ. റെഡിയല്ലേ? ഇനി മറ്റൊന്നാണ് എഡിറ്റ് ഓപ്പറേഷൻസ്. എഡിറ്റ് ഓപ്പറേഷൻസ് ആണ് നമുക്ക് ഇനി പ്രധാനപ്പെട്ടായിട്ട് പഠിക്കാനുള്ളത്. ഇവിടെ പറഞ്ഞാൽ നമ്മൾ ഇത് ഇവിടെ എൻഡ് ചെയ്യാം. ഒരു കാര്യം ചെയ്യുക, എഡിറ്റ് ഓപ്പറേഷൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് മാറ്റി വെക്കാം. കട്ട്, പേസ്റ്റ്, കോപ്പി പേസ്റ്റ്, ഡിലീറ്റ്, ഫൈൻഡ് റീപ്ലേസ് ഇതെല്ലാം ഉള്ളത്. അതിൻ്റെ കൂടെ ഫോർമാറ്റിംഗ്, ഡോക്യുമെൻറ്റ്, എഡിറ്റ് ഓപ്പറേഷൻ. ഇപ്പോൾ നമുക്ക് എഡിറ്റിങ്ങിൽ ലാസ്റ്റ് ഒരു പാർട്ട് ഉണ്ട്, കട്ട്, കോപ്പി, പേസ്റ്റ്, അൺഡു, റീഡു കാര്യങ്ങൾ. പിന്നെ ഫോർമാറ്റിംഗ് എ ഡോക്യുമെൻറ്റ്, ക്യാരക്ടർ ഫോർമാറ്റിംഗ്, പാരഗ്രാഫ് ഫോർമാറ്റിംഗ്, പേജ് ഫോർമാറ്റിംഗ് തുടങ്ങിയ കാര്യങ്ങൾ, പ്രിൻറ്റിങ് എ ഡോക്യുമെൻറ്റ്. ഇത്രയും നമ്മൾ അവസാനത്തെ സെഷൻ കൊണ്ട് അവസാനിപ്പിക്കും. ഇന്ന് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ എഡിറ്റിംഗ് എ ഡോക്യുമെൻറ്റിൽ മിക്ക കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരൊറ്റ കാര്യം നമ്മൾ പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ട്. കാരണം വീഡിയോ സൈസ് സമയം കൂടി പോകുന്ന ചെറിയൊരു സംശയമുള്ളത് കൊണ്ട് എഡിറ്റ് ഓപ്പറേഷൻ തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നമുക്ക് ഇവിടെ മുതലാണ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓർത്തിരിക്കുക. ഈ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് എന്നുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട്, റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്.